വളരെ റോങ് ആയ ഒരു ലൈഫിലേക്ക് പോയി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 14 കേസുകളും ഒരു ജയിൽവാസവും ലോക്കപ്പും അടിയും ഇടിയും സമരവും ഒക്കെയായി സംഘർഷപൂരിതമായി. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരോടൊപ്പം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെക്കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പ്രിയ സാൽസൺ ലൂക്കോസ് അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവം നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രിയ സാൽസൺ ലൂക്കോസ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ബാല്യകാലം മുതലുള്ള നല്ല ഓർമ്മകൾ പറയുന്നതിനായിട്ട് അവസരങ്ങളെ വേർതിരിച്ചു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഇവാഞ്ചലിസ്റ്റ് സാൽസൺ ലൂക്കോസ്. എൻ്റെ വീട് സ്വദേശം എന്ന് പറയുന്നത് ഞങ്ങൾ ഇടുക്കി സ്വദേശിയാണ്. ഇടുക്കി കട്ടപ്പന നെടുങ്കണ്ടം ഉടുമ്പൻചോല ആളുകളാണ്. ഉടുമ്പൻചോലയിലേക്ക് ഏതാണ്ട് വർഷങ്ങൾക്ക് മുൻപ്, ഇന്നേക്ക് 47-48 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രിയ പിതാവ് ഇവാഞ്ചലിസ്റ്റ് VM ലൂക്കോസ്, പെണ്ണമ്മ ലൂക്കോസ്, അവർ മല്ലപ്പള്ളി ആനിക്കാട്ട് നിന്ന് പഴയ കാലത്ത് കുടിയേറിയവരാണ്. അഥവാ ഏതാണ്ട് അരനൂറ്റാണ്ട് കാലം മുൻപ് ഇടുക്കി കയ്യേറിയ കൂട്ടത്തിൽ ഉള്ള ആളുകളാണ് അവർ. കർത്താവിന്റെ കൃപയാൽ, കാരണം ആ കാലഘട്ടത്തിൽ വളരെ രൂക്ഷമായ, വളരെ ബുദ്ധിമുട്ടേറിയ കാലാവസ്ഥയുടെയും ഒരുപക്ഷെ പ്രകൃതിയുടെയും ഒക്കെ വലിയ പ്രതിബന്ധങ്ങൾ ഏറിയ കാലഘട്ടത്തിലും അതിനെ അതിജീവിച്ചവരെ കുടിയേറിയ അനേകരായ ആളുകളുടെ പിന്മുറയാണ് ഇന്ന് ജീവിക്കുന്നത്. നമുക്കറിയാം, മുൻപേ പോയ ആളുകൾ തെളിച്ചിട്ട വഴികളാണ് നമുക്ക് പിന്നെ നടക്കാൻ സഹായകമായ. പ്രിയ പിതാവിനെയും മാതാവിനെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഷ്ടപ്പാടുകൾക്കകത്തും ഞങ്ങളെ ഇത്രത്തോളം വളർത്തിയ അവരെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇതിന്റെ എല്ലാ ക്രെഡിറ്റും പ്രിയ മാതാപിതാക്കൾക്കാണ്. ഇത്തരം ഒരു പൊസിഷനിൽ, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ലോകത്തിലെ സത്യദൈവത്തെ ആരാധിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു നല്ല ലൈവിലായിരിക്കാൻ കർത്താവ് ബലം നൽകിയതിന് പിന്നിലെ പ്രേരക ഘടകവും മറ്റൊന്നല്ല, അത് മാതാപിതാക്കളുടെ അക്ഷീണമായ പ്രയത്നവും പ്രാർത്ഥനയുമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഇതിനെന്തെങ്കിലും ഒരു ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് മാതാപിതാക്കൾക്ക് നൽകുന്നു. മാനവ മഹത്വം പുകഴ്ചയും നമ്മുടെ കർത്താവിനാണല്ലോ. എങ്കിലും മനുഷ്യമായി പറയുമ്പോൾ നാം ആക്കി മാറ്റുന്നതിന് ചില ഘടകങ്ങൾ, ചില വ്യക്തികൾ, ചില നിർണായക സംഭവങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ദാറ്റ്സ് വൈ ജസ്റ്റ് ഐ ടോൾഡ് യു. ഞാൻ വീട്ടിൽ രണ്ടാമത്തെ ആളാണ്. എൻ്റെ പേര് സാൽസൺ ലൂക്കോസ്. എനിക്ക് തൊട്ടുമീതെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം 4-4.5 വയസ്സിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി. ഇതിനു മേലെയുള്ള ആൾ മഹർലാൽ ലൂക്കോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മഹർലാൽ. അദ്ദേഹം ഒരു സുവിശേഷകനാണ്. സർവാത്മന ഞങ്ങളൊരു സുവിശേഷക കുടുംബമാണ്. അദ്ദേഹം ഗ്യാപ് റീച്ച് ഗോഡ് ആൻസേഴ്സ് പ്രേയേഴ്സ് എന്ന ഗ്യാപ് റീച്ച് ഇന്ത്യ എന്ന ചർച്ചിന്റെ കൈലാസം സഭയുടെ ശുശ്രൂഷകനായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു. എന്റെ ഒരു അനുജൻ കൂടിയുണ്ട്. ഞങ്ങൾ 3 പേരാണ്, ഞാൻ പറഞ്ഞു. സാംസൺ ലൂക്കോസ്. അദ്ദേഹം ഇപ്പോൾ എബനേസർ ചർച്ചിന്റെ ശുശ്രൂഷകനായി കട്ടപ്പന ഉപ്പുതറ മേമാരി സഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്നു. അതോടൊപ്പം ചെറിയ ചെറിയ തൊഴിലുകളും ഒക്കെ മൂവ് ചെയ്യുന്നുണ്ട്. കർത്താവിന്റെ കൃപയാൽ അവരോരോരുത്തരും ഫാമിലിയിൽ ആയിരിക്കുന്നു. എന്റെ കുടുംബം, എന്റെ വൈഫ് പ്രീതിമോൾ ജോസഫ്, എന്റെ 2 മക്കൾ, മൂത്തയാൾ ഫെഡോറ, രണ്ടാമത്തെ ആൾ ഫീനിക്സ്. 2 പെൺമക്കളാണ് കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. വിശേഷാൽ എടുത്തു പറയാനുള്ളത്, പല ഭാഷകളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും പല കാലാവസ്ഥകളിലൂടെയും മാറി മറിഞ്ഞു വന്ന ഒരു ജീവിതമാണ്. പൊതുവെ ശുശ്രൂഷകരുടെയൊക്കെ കുടുംബ ജീവിതം ഏതാണ്ട് അങ്ങനെയൊക്കെയാണ് എന്ന് ഞാൻ കരുതുന്നു. ഒരിടത്ത് മാത്രം വേരുറപ്പിക്കുക, അവിടെ മാത്രം സുഖവാസം ഉണ്ടാക്കുക എന്ന കാലികമോ അല്ലെങ്കിൽ ഭൗമികമോ ആയ ഒരാശയത്തിനപ്പുറത്ത് അബ്രഹാമിനോട് പറഞ്ഞതുപോലെ മാറ്റി മാറ്റി കൂടാരങ്ങൾ അടിച്ച് ആണ് ഒരു ശുശ്രൂഷക ജന്മം വരേണ്ടത്. അതങ്ങനെ തന്നെയാണ് എന്നതാണ്
വ്യക്തിപരമായ എന്റെ നിലപാട് അബ്രഹാമിൽ നിന്നും പൗലോസിലേക്ക് എത്തുമ്പോഴും വലിയ വ്യത്യാസം അവിടെ കാണുന്നില്ല എന്ന കാരണത്താലാണ്. അങ്ങനെ വാട്ടവർ ഞങ്ങൾ അങ്ങനെ പല ഇടങ്ങളിലൂടെ താമസിച്ചു വന്നു. ഞാനത് ഓൺ ദ വേ നമ്മുടെ സംഭാഷണത്തിൽ മധ്യേ അത് പറയാം. കർത്താവ് ഓരോ വഴികളിലും കാക്കുന്ന സുരക്ഷിതത്വത്തിന്റെ നൽകുന്ന വലിയ കൃപയാണ് ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കുന്നത്. അത് തന്നെ ഒരു വലിയ കർത്താവിന്റെ കൃപയാണ്. കർത്താവിന് എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. കാരണം നിരവധി പ്രതിബന്ധങ്ങൾ, തകർന്നു പോകാമായിരുന്ന നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പിടിച്ചു നിർത്തിയല്ലോ. കർത്താവിന്റെ വലിയ കരുതലിനെ ഓർത്ത് നന്ദി പറയുന്നു. എന്റെ ബാല്യകാലത്തിന്റെ ഒരു ചിത്രം പറഞ്ഞാൽ, ഞങ്ങൾ വളരെ രസകരമായ ചില ഏടുകൾ കൂടിയുണ്ട്. കേവലം പ്രാർത്ഥനാപരമായ അനുഭവങ്ങൾ മാത്രമായിരിക്കില്ല. അരോമ ടിവിയുടെ ഈ പ്ലാറ്റ്ഫോം ഏത് തരത്തിലാണ് പ്രോഗ്രാമുകളെ സമീപിക്കുന്നതെന്ന് വേണ്ട ബോധ്യം എനിക്കില്ല. അതിനങ്ങനെ ബോധ്യപ്പെടാനൊരു സാവകാശം എനിക്ക് ഉണ്ടായിരുന്നില്ല. അത് എൻ്റെ ഒരു തിരക്കിന്റെ കൂടിയാണ്. സോ ഈ നിലവിലിരിക്കുന്ന അരോമ ടിവിയുടെ ക്രൈറ്റീരിയ അനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു പാത്വേയിലൂടെ വരാതിരുന്ന എന്റെ സംഭാഷണത്തിൽ നിങ്ങൾ സദയം അത് ക്ഷമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഫൈനൽ കട്ട് പ്രോ FCP ഒക്കെ ഉള്ള കാലമാണ് ഇപ്പോൾ. അതുകൊണ്ട് എഡിറ്റിംഗ് ഓപ്ഷൻ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് there is nothing to worry about that concern because everything is here. So വളരെ രസമായ ജീവിതവും അതോടൊപ്പം സംഘർഷഭരിതമായ ഒരു ജീവിതവും ഒരുപോലെ സമലയിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും, ഏതാണ്ട് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, എൻ്റെ പപ്പ അദ്ദേഹം ഒരു 100% ഇവാഞ്ചലിസ്റ്റ് ആണ്. ഹി ഈസ് നോട്ട് എ പാസ്റ്റർ. അദ്ദേഹം സഭാ ശുശ്രൂഷകനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അത് ഞാൻ പോകെ പറയാം. പക്ഷെ ഓൾമോസ്റ്റ് അദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്. എന്നോട് അദ്ദേഹം പറഞ്ഞു തന്ന ഒരു ഉപദേശവും അതാണ്, എവിടെ എത്ര വലിയ ചർച്ചിൽ എത്ര വലിയ കൂട്ടായ്മയുടെ മുമ്പിൽ പോയി നിന്നാലും നമ്മൾ ഒരു ഉപദേശിയാണ് എന്ന കാര്യം മറക്കരുത്. നമ്മൾ ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്. നമ്മളൊരു വലിയ ബിഷപ്പ് അല്ല, നമ്മളൊരു വലിയ റവറന്റ് അല്ല. വി ആർ ഇവാഞ്ചലിസ്റ്റ്. അത് വലിയ വേദിയിലും എനിക്ക് കിട്ടിയ അവൈലബിൾ ആയ മിനിസ്ട്രിയിലെ കഴിഞ്ഞ 12 വർഷമായ മിനിസ്ട്രിയിലെ ഏറ്റവും വലിയ വേദി ഗ്രേസ് ബൈബിൾ കോളേജിലെ ഗ്രാജുവേഷൻ സെറമണിയിൽ അല്പസമയം സംസാരിക്കാൻ കിട്ടിയതാണ്. അവിടെ മുതൽ ഉത്തർപ്രദേശിലെ ചാണകത്തിന്റെ അകത്തിരുന്ന് ഒരാളോട് സംസാരിക്കുമ്പോൾ പോലും ഞാൻ മാനദണ്ഡം സൂക്ഷിച്ചു വരുന്നു. ഞാൻ അപ്പോഴും ഒരു സുവിശേഷകനാണ്, സർവാത്മൻ. കാരണം അത് പപ്പ എനിക്ക് തന്ന ഒരു ഉപദേശമാണ്. മലേഷ്യയിലായിരുന്നപ്പോഴും നേപ്പാളിലായിരുന്നപ്പോഴും പാകിസ്ഥാൻ റൂട്ടിൽ പോയപ്പോഴും ഒക്കെ ഞാൻ കീപ്പ് ചെയ്ത കാര്യം വേറൊന്നുമല്ല, ഐ ആം എൻ ഇവാഞ്ചലിസ്റ്റ്. ഞാൻ എൻ്റെ പേരിന്റെ കൂടെയും ഡോക്ടർഷിപ്പ് ഉണ്ടായിട്ടും ഞാൻ കൂടെ ഇവാഞ്ചലിസ്റ്റ് എന്നാണ്. കാരണം ഇവാഞ്ചലിസ്റ്റ് കഴിഞ്ഞൊരു പൊസിഷനെ ഈ ഭൂമിയിൽ വരാവൂ എന്ന് ശാഠ്യം പിടിച്ചിട്ടുള്ള ഇപ്പോഴും അങ്ങനെയുള്ള ഒരു പിതാവിന്റെ മകനാണ് ഇവാഞ്ചലിസ്റ്റ് VM ലൂക്കോസ്. അദ്ദേഹം ഹൈറേഞ്ചിലേക്ക് കുടിയേറിയ ഏതാണ്ട് 50 വർഷത്തിന് മുൻപ്, അറൌണ്ട് 50 years. സോ ഞാൻ പറയുന്നത് അതത്ര കൃത്യമല്ല. കാരണം അത് കൃത്യമല്ല എന്ന് പറയാൻ കാരണം അന്നത്തെ കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ കലണ്ടർ ഇല്ല. അന്നത്തെ കാലത്ത് ആശുപത്രി സൗകര്യങ്ങൾ ഇല്ല. പറയുന്ന ഈ അരോമ ടിവിയുടെ പ്രേക്ഷകർ ഇന്ന് 7Gയിൽ ഇരിക്കുന്ന കാലമാണ് എന്ന് എനിക്കറിയാം. പക്ഷെ അന്ന് 1G പോലും ഇല്ലാത്ത ഒരു കാലമാണ്. ആകെ എന്റെ പപ്പാജി മാത്രമേ ആ പരിസരത്തുള്ളൂ. അപ്പോ എന്റെ പ്രസവം പോലും ആശുപത്രിയിലായിരുന്നില്ല, വീട്ടിൽ വയറ്റാട്ടി എന്ന ആശയം യാഥാർത്ഥ്യമായിരുന്ന കാലത്ത് ജനിച്ചയാളാണ്. അതുകൊണ്ട് തന്നെ എന്റെ ബർത്ത്ഡേ ഇപ്പോഴും ക്ലിയർ അല്ല. അത് അമ്മയും ചെറിയമ്മയും അവരും ഒക്കെ എന്താ പറയാ, ഉരുള് പൊട്ടിയ 2 വർഷത്തിന് ശേഷം ആ ഇടിവെട്ടി മരം പോയ എന്റെ 3 ദിവസത്തിന് മുൻപ് എന്നൊക്കെ പറഞ്ഞാൽ കാലഘട്ടത്തെ നിർണ്ണയിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു അത്. അതുകൊണ്ട് ഇപ്പോഴും ക്ലിയർ അല്ല. കുറച്ചു പേര് പറയുന്നത് December 7 ആണെന്നാണ്. എന്റെ പപ്പയുടെ അനിയൻ അദ്ദേഹം പാസ്റ്റർ TM മാത്യു അഭിമന്യ ശുശ്രൂഷകനാണ്. WME സഭയുടെ ശുശ്രൂഷകനായി, ഇപ്പോൾ സെൻട്രൽ ശുശ്രൂഷകനായി സേവനം അനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിന്റെ പത്നി, ഞങ്ങളുടെ അമ്മാച്ചി എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ സാർമാമ, അദ്ദേഹം പറയുന്നത് December 7 ആണ്. അപ്പോ എന്റെ അമ്മ പറയുന്നത് കണ്ട നീ അവിടെ നിൽക്കി, കേട്ട ഞാൻ പറയാം എന്ന് പറഞ്ഞതുപോലെ എന്റെ അമ്മ പറയുന്നത് അതല്ല, ഫെബ്രുവരിയിലാണ്. ഇങ്ങനെ ഒരു ആശയക്കുഴപ്പത്തില്ല. അതുകൊണ്ട് എന്റെ ബർത്ത്ഡേ കണ്ടുപിടിക്കൽ വലിയ പാടായതുകൊണ്ട് ഞങ്ങളുടെ പീക്കുന്നേൽ സാർ, അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ് പീക്കുന്നേൽ സാർ എന്ന്. അപ്പൊ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ അദ്ദേഹം ഒരു ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്തു. നീ April 12 ജനിച്ചതായിട്ട് ഞാൻ അങ്ങ് പറയും. അങ്ങനെ ഇപ്പോഴും
ആ മാന്യദേഹം ഇട്ട ഡേറ്റ് ആണ് എന്റെ ബർത്ത്ഡേ ആയിട്ട് കിടക്കുന്നത്. സ്കൂൾ, ഞങ്ങളുടെ കൈലാസം സെന്റ് ജോസഫ് UP സ്കൂളിലെ അധ്യാപകനിട്ട ഡേറ്റ് ആണ് ഇപ്പോഴും കിടക്കുന്നത്. ഐ തിങ്ക് ജോസ് മാത്യൂസ്. Whatever. അപ്പോ പപ്പ അങ്ങനെ ഞാൻ പറഞ്ഞു, ഒരു സുവിശേഷകനായിരുന്നത് കൊണ്ട് തന്നെ ആ സുവിശേഷാത്മാവുമായി ബന്ധപ്പെട്ട ആ, ഒരു ലൈഫ് സർക്കിളാണ് വീടിനകത്തുണ്ടായത്. എന്നെ കേൾക്കുന്ന ഒട്ടെല്ലാ ആളുകൾക്കും ഞാൻ ഈ പറയുന്നതിന്റെ ഭാഷ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അതിനകത്തൂടി പോയ ഒരാൾക്ക് മാത്രമേ അതിന്റെ ഫീൽ മനസ്സിലാവുകയുള്ളൂ. കൂടാരവാസികൾക്ക് മാത്രമേ നിലം വരെ കുനിയാൻ കഴിയത്തുള്ളൂ. അത് തന്നെയാണ് അബ്രഹാമിന്റെ പവിത്രതയും അബ്രഹാമിന്റെ ശ്രേഷ്ഠതയും. ഇഷ്ടംപോലെ സമ്പത്തുണ്ടായിരുന്ന അബ്രഹാം, ഏതാണ്ട് പത്ത് കുറഞ്ഞ ഒരു 6,000-7,000 ആളുകൾ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്ന ഒരു തീന്മേശയുടെ ഉടമസ്ഥനായിരുന്നയാളാണ് അബ്രഹാം. ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ അവന്റെ സമ്പത്ത് കൊണ്ട് ദേശത്തിന് വഹിക്കാൻ കഴിയാത്തത്രയും ഉണ്ടായിരുന്നിട്ടും ഒരു ദൈവശബ്ദത്തിന് മുമ്പിൽ നിലം വരെ കുനിഞ്ഞു 3 തവണ നമസ്കരിച്ചു എന്ന കൂടാരവാസത്തിന്റെ ഒരു ലക്ഷണം. കാരണം ഇതൊരു കൂടാരമാണ്, ഇതെപ്പോൾ വേണമെങ്കിൽ പൊളിയുമെന്നൊരു ബോധ്യത്തിൽ നിൽക്കുന്നവർക്ക് അത്തരം ഒരു കൺസെപ്റ്റിനനുസരിച്ച് ചെയ്യാൻ കഴിയും. ഇപ്പോ ഞാൻ പല വലിയ ചർച്ചകളിലും പോയ സമയത്ത് എന്നെ വേദനിപ്പിച്ചൊരു കാര്യം, മെസ്സേജ് ശുശ്രൂഷയുടെയും ആരാധനയുടെയും പ്രാർത്ഥനയുടെ ഒക്കെ സമയത്ത് കാലിന്മേൽ കാലത്ത് കയറ്റിവെച്ച് വളരെ സുഖകരമായി ഡോൾബി തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്ന ലാഘവത്തോടെ ശുശ്രൂഷകളെ സമീപിക്കുന്ന ആളുകളെ കണ്ട് ഞാൻ അബ്രഹാമിനെ ഒന്ന് സ്മരിച്ചിട്ടുണ്ട്. ഞാൻ ചർച്ചകളുടെ പേരോ വ്യക്തികളുടെ കാര്യങ്ങളോ ദേശമോ ഒന്നും അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവശബ്ദത്തിന് മുമ്പിൽ നിലം വരെ കുനിഞ്ഞ അബ്രഹാമിനെ ഓർക്കണമെന്ന് ഞാൻ ആത്മാവിൽ ഒന്ന് ഉദ്ബോധിപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കാനും ഉപദേശിക്കാനും വലിയ സമർത്ഥനോ യോഗ്യനോ ഒന്നുമല്ല. എല്ലാം കർത്താവിന്റെ കൃപയാലാണ്. എന്തെങ്കിലും എന്റെ അകത്ത് ഞാൻ എന്ന ഈഗോ ഉയർന്നെങ്കിൽ കർത്താവ് ക്ഷമിക്കട്ടെ. ക്രിസ്തുയേശുവിനെ അനുസരിക്കുന്നതിന് വേണ്ടി പൗലോസ് പറയും പോലെ എന്റെ ഉള്ളിൽ ഉയരുന്ന സങ്കല്പങ്ങളെ ഇടിച്ച് നിരത്താൻ ആഗ്രഹിക്കുന്നയാൾ മാത്രമല്ല, അത് ചെയ്യുന്നയാൾ കൂടിയാണ്. അറിവുകേടുണ്ടെങ്കിൽ ക്ഷമിക്കുക, സ്വമേധാ പാപങ്ങളെ അകറ്റി ദാവീദ് പറഞ്ഞു കാക്കണം. സോ ഞാൻ പറഞ്ഞു വന്നത് എന്റെ ഗ്രാമ പശ്ചാത്തലം. ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു കാടൻ ഗ്രാമ പശ്ചാത്തലം അതാണ്. കാരണം ഞങ്ങളുടെ വീടിന്റെ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് കഞ്ചാവ് തോട്ടം. ഇത് പിന്നീട് അദ്ദേഹം ഓൾറെഡി പറഞ്ഞു, ഇത് റെക്കോർഡഡ് ആണ് എന്ന് പറഞ്ഞു. 35 വർഷം മുമ്പുള്ള പ്രശ്നത്തിന്റെ പേരിലാണ് മണിയാശാനെ ആളുകളെല്ലാം കൂടെ ജയിലിൽ അടച്ചത്. കാരണം ഇപ്പോ വെളിപ്പെടുത്തലുകളുടെ കാലമാണ്. അപ്പോ ഞാൻ പേരുകളോ വ്യക്തികളോ കാര്യങ്ങളോ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതാണ്ട് ബിഫോർ 30 years ഓൾമോസ്റ്റ് ഞങ്ങളുടെ പറമ്പിന്റെ അവിടുന്ന് മേലേക്കുള്ള കൂടുതൽ ആളുകൾ ഈ വെള്ള യൂണിഫോം ആളുകൾ വരുമായിരുന്നു. TPM-കാരോ പെന്തക്കോസ്തുകാരോ ഒന്നുമല്ല, നാർക്കോട്ടിക്സ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമാണ് നാർക്കോട്ടിക്സ്. അവരെ വൈറ്റ് ഡ്രസ് ആയിരുന്നു. ഇപ്പോഴത്തെ എനിക്കറിയില്ല, ഐ ഡോണ്ട് കെയർ ഇറ്റ്. ബട്ട് അപ്പൊ ഞാൻ നോക്കുമ്പോ ഇങ്ങനെ വെള്ള പാന്റ്, വെള്ള ഷർട്ട് നല്ലതായിട്ട് അടിച്ച് തേച്ച് റെഡിയാക്കിയ ചെറിയ പതക്കങ്ങളൊക്കെ ഉള്ള ആളുകൾ നടന്നു പോകുന്നതാണ് എന്റെ ഓർമ്മയിൽ. പിന്നീട് അവരാണ് പറയുന്നത് കഞ്ചാവ് റെയ്ഡിന് വരുന്നതാണ്. അപ്പൊ വീടിന്റെ സൈഡിൽ നിന്ന് മുഴുവൻ കഞ്ചാവ് തോട്ടങ്ങൾ, അതിന്റെ ഒരു സൈഡ് മുഴുവൻ വനമാണ്. കൈലാസം എന്നാണ് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പേര്, കൈലാസം. അതൊരു തമിഴ് തേവരുടെ ഗ്രാമമാണ്. തമിഴ് തേവർ എന്ന് പറഞ്ഞാൽ തമിഴ് കാസ്റ്റ് സിസ്റ്റം അനുസരിച്ച് സോ അതിന്റെ എന്താ പറയാ, എന്റെ ഓർഡർ ഞാൻ അങ്ങ് വിട്ടുകളയുന്നു. അതൊരു നല്ല ഓപ്ഷൻ അല്ലല്ലോ, ഞാനത് വിട്ടുകളയുന്നു. തമിഴ് തേവർ ഒരു ജാതിയാണ്, തമിഴിലെ ഒരു ജാതിയാണ്. അതിൽ ഒരല്പം ഗുണ്ടായിസും ഒക്കെ ചെയ്യാൻ പ്രാപ്തി ഉണ്ടായിരുന്ന ഒരാൾ നേരെ ഞങ്ങളുടെ നാട്ടിൽ വന്നു. ഏതാണ്ട് 490 ഏക്കർ പിടിച്ചടക്കി. അതിന് അതിരൊക്കെ ഇട്ട് ആ 490 ഏക്കറിന്റെ ഉടമസ്ഥനായിരുന്ന ആളുടെ പേരാണ് കൈലാസം. ആ കൈലാസം തേവരുടെ പേരിലാണ് ഇപ്പോഴും ആ ഗ്രാമം അറിയപ്പെടുന്നത്. കത്തോലിക്ക പള്ളിയുണ്ട്, പക്ഷെ ഇപ്പോഴും കൈലാസം പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. സോ ആ കൈലാസം തേവരുടെ ആളുകൾ, അതിനോടനുബന്ധിച്ച് അദ്ദേഹം കൊണ്ടുവന്ന ആളുകൾ കഞ്ചാവുകൾ ഏതാണ്ട് 15 അടി പൊക്കത്തിൽ, ഇത് അവിശ്വസനീയമായി തോന്നാം, ഇന്നിപ്പോ തെളിയിച്ച് കാണിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ടാണ് 15 അടി പൊക്കത്തിൽ, അത് നീലച്ചടയം നല്ല കനത്തിൽ, അന്ന് ഞങ്ങൾ പറയും കൈ കനത്തിൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കൈ ചുരുട്ടി പിടിച്ചാൽ ചട എത്ര ഉണ്ടാവും, അതിന്റെ ചടയുടെ വലിപ്പം അനുസരിച്ച് അതിന്റെ ഗ്രാവിറ്റി, നീലച്ചട എന്നൊക്കെ പറയും. ഇതിപ്പോ അത്തരം ഒരു ക്ലാസ് അല്ലാത്തതുകൊണ്ട് അതൊക്കെ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ആനുഷംഗികമായി പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ 10-15 അടി പൊക്കത്തിൽ നീലച്ചടയം പൂത്തു വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു ഗ്രാമമായിരുന്നു എന്റെ ചെറുപ്പകാലം. അപ്പോ വെള്ള പാൻറ്റുകാരുടെ
കടന്നു വരവ് ആ ഗ്രാമത്തെ ആകെ ഉലയ്ക്കും. കാരണം ഓരോ വീട്ടിലും കയറി അവർക്ക് ആരെയെങ്കിലും പിടികൂടിയേ പറ്റും. അതിന് ചിലപ്പോ ഉടമസ്ഥരാവണമെന്ന് നിർബന്ധമില്ല, അത് നട്ട ആളുകളാവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഇൻഫർമേഷൻ ഒക്കെ റോങ് ആയിരിക്കും. ആരെങ്കിലൊക്കെ അടിച്ച് ഇടിച്ച് ഉടച്ചുകൊണ്ട് പോകുന്നത് പതിവായി കണ്ടിട്ടുണ്ട് ഞാൻ. ഒരു തവണ അവർ വരുമ്പോ പിറ്റേ കുറെ ദിവസത്തേക്ക് അവിടെ കരച്ചിലും വലിയ ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കും. സത്യം പറയട്ടെ, പിന്നീട് മറ്റു കുറച്ച് വെള്ളക്കാർ വന്നാണ് ആ ഗ്രാമത്തിന് മാറ്റം വരുന്നത്. എന്റെ കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. സുവിശേഷത്തിന്റെ പവർ എന്താണെന്ന് ഞാൻ ആത്മാവിൽ കണ്ടത് ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് ആണ്. സോ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ചെറുപ്പകാലഘട്ടം. പപ്പ WME സഭയുടെ ശുശ്രൂഷകനായി ഐ തിങ്ക് ചെറിയ പ്രായം മുതൽ, നിങ്ങൾക്കറിവുള്ളതുപോലെ പാസ്റ്റർ CS മാത്യു എൻ പ്രിയനെപ്പോൾ സുന്ദരനായി 10,000 പേർകളിൽ അങ്ങനെ മനോഹരമായ അതിമനോഹരമായ ഇതിലേറെ പവർഫുള്ളായ തലമുറകൾക്ക് പോലും ഏറ്റെടുക്കാവുന്ന തരത്തിൽ ഒരു ന്യൂ ജൻ, ഇനിയിപ്പോ 6th ജൻ ആണെങ്കിൽ പോലും, 4th ജൻ ആണല്ലോ ഇപ്പോ, അത് 6th ജൻ ആണെങ്കിൽ പോലും ഏറ്റെടുക്കാവുന്ന പരുവത്തിലുള്ള പാട്ടുകൾ, മനോഹരമായ അലങ്കരിച്ച പാട്ടുകൾ, അഭിഷേകം കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്ന പാട്ടുകൾ മലയാളത്തിന് സമ്മാനിച്ച പാസ്റ്റർ CS മാത്യു. അതിനായി കർത്താവ് തിരഞ്ഞെടുത്ത അഭിഷേകൻ, അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച ഒരു സ്റ്റുഡന്റ്, ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്റെ പ്രിയ പിതാവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒട്ടെല്ലാ ഉടനടകളിലും പെരുമാറ്റങ്ങളിലും വാക്കുകളിലും സ്വഭാവങ്ങളിലും പാട്ടുകളിലും പ്രാർത്ഥനകളിലും ശുശ്രൂഷകളിലും എന്ന് വേണ്ട എന്തിനധികം വീടിനകത്തിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും എവറി സീക്വൻസ് ഓഫ് ഹിസ് ലൈഫ് ഇറ്റ്സ് അഫക്ട്സ് എന്ന് പറയാം. ആ ക്ലാസിന്റെ ഒരു ഔട്ടായിരുന്നു. എന്നോട് ഓരോ കാര്യങ്ങൾ ഞാൻ വളരെ റഫായി പോലും ചെയ്യുന്ന കാര്യങ്ങൾ പോലും പറയുമ്പോൾ പത്തിരുത്തും. അതങ്ങനെയല്ല, കാരണം അപ്പച്ചൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പച്ചൻ പറയുന്നത് പോലെയായിരുന്നു പപ്പായുടെ സഞ്ചാരം. അതുകൊണ്ട് തന്നെ പപ്പ എന്നെ തിരുത്തുമ്പോൾ ഓരോ ഘട്ടങ്ങളിൽ ഞാൻ അപ്പച്ചനെ ഓർക്കും. ഇൻ കേസ് അത്തരം ഏതെങ്കിലും ഒരു സാഹചര്യം എത്തിയാലും പെട്ടെന്ന്, ഞാൻ അപ്പച്ചനെ കണ്ടിട്ടില്ല, അപ്പച്ചൻ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അദ്ദേഹം മരണപ്പെട്ടതാണെന്നാണ് എന്റെ ഊഹം. പക്ഷേ അപ്പച്ചനെ കുറിച്ചുള്ള ഏകദേശം പൂർണ്ണകായ ചിത്രം മോചനത്തിന് സൂര്യമുഖം എന്ന കർത്താവിൽ പ്രിയ അഭിഷേകൻ വിജോയ് സ്തറിയ പെരുമ്പറ്റി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ആ പുസ്തകത്തിൽ ഞാൻ അത്യാവശ്യം നന്നായി അടുത്തറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ സൗഹൃദങ്ങൾ. എനിക്ക് തോന്നുന്നു അപ്പച്ചന്റെ കൂടെ ശുശ്രൂഷ ചെയ്ത ഒത്തിരി ആളുകൾ ഞങ്ങളിപ്പോ ട്രിവാൻഡ്രം തന്നെ കഴിഞ്ഞത് 3 വർഷമായി ഇവിടെ വന്നിട്ടും കാണുവാനും പെരുമാറുവാനും സംസാരിക്കാൻ ഏതാണ്ട് 55 വർഷം മിനിസ്ട്രിയിൽ നിന്ന് ആളുകളോട് കൂടെ കണക്ട് ചെയ്യാനൊക്കെ സഹായിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിന്റെ CS മാത്യുവിന്റെ ക്ലാസ്സുകൾ പപ്പായെ നയിച്ചിരുന്നത് കൊണ്ട് തന്നെ ചെറുപ്രായത്തിലെ സഭാ ശുശ്രൂഷയ്ക്കും മറ്റിതരമായ ശുശ്രൂഷകൾക്കും വളരെ സന്തോഷകരമായ ഒരു ഇൻവൈറ്റേഷൻ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഞങ്ങൾക്ക് മേ ബി വീടിനകത്ത് ഓടിക്കളിക്കുന്ന പ്രായമാവുമ്പോൾ ഒട്ടെല്ലാ ദിവസവും പ്രാർത്ഥനയും ശുശ്രൂഷയും, ഭൂതം ഓടുകയും വരികയും ചാടുകയും മറിയുകയൊക്കെ ചെയ്യുന്ന പരിപാടി, ഇതൊക്കെ ഒരു എന്താ പറയാ, ഇപ്പോഴത്തെ എല്ലാ വീട്ടിലും മൂട്ടുപെട്ടിലും മറ്റേ പിള്ളേരുടെ കഥാപാത്രങ്ങൾ ഓടിക്കളിക്കുന്നത് പോലെ ഞങ്ങളുടെ വീട്ടിൽ എന്താ പറയാ, പഴയ പാസ്റ്റർമാരുടെ ഉപദേശിമാരുടെ വീട്ടിൽ മക്കളോട് ചോദിച്ചാൽ അറിയാം, എല്ലാ ആഴ്ചയിലും ഭൂതം വരികയും പോവുകയും ഒച്ചപ്പാടും ബഹളവും ഒക്കെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ഓൾമോസ്റ്റ്. ഇപ്പോ വളരെ റയറാണ് പ്രാർത്ഥനകൾ. ഇപ്പൊ ഭൂതത്തിന് പോകാൻ താല്പര്യമില്ല, കാരണം പോകാൻ പറ്റുന്ന ആളുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ശുശ്രൂഷകൻ ഫണ്ണിയായിട്ട് പറയും, വളരെ ഫണ്ണിയായിട്ട് അത് പറയും, നീ പോകുന്നോ അതോ ഞാൻ പോകണോ എന്ന് പാസ്റ്റർ വന്നു പോയി. കാരണം പാസ്റ്റർക്ക് 8:30 വണ്ടിയാണ്, അപ്പൊ അദ്ദേഹത്തിന് നേരത്തെ പോകണം. ഭൂതം പറയും, ഞാൻ ഇച്ചിരി നേരം നമങ്ങിയിരുന്നോളാം, ഞാൻ പോകും എന്ന് പറഞ്ഞ 8:15 അദ്ദേഹം ബൈക്ക് എടുക്കും. അപ്പൊ രണ്ടുപേർക്ക് എല്ലാവർക്കും സന്തോഷമാണ്, ആർക്കും പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത്. പോട്ടെ, നമ്മുടെ വിമർശനം ഒത്തിരി സ്വീകരിക്കുന്ന കൂട്ടത്തിലല്ല നമ്മുടെ ആളുകൾ ആരും. അതുകൊണ്ട് ഞാൻ ആ മേഖലയിലേക്ക് കയറുന്നു. അപ്പോ എന്റെ ചെറുപ്പ കാലഘട്ടം എന്നത് നിരന്തരമായ പ്രാർത്ഥന എന്നെ അത് ഭയങ്കരമായി സ്വാധീനിച്ചു. നിരന്തരമായ പ്രാർത്ഥനകൾ, അതറിയാം, ഏത് ഒരു സുവിശേഷകന്റെ വീട്ടിൽ ചെന്നാലും ഓൾമോസ്റ്റ് ശുശ്രൂഷകരാരെങ്കിലും വരുന്ന ദിവസമേ നല്ല ഭക്ഷണം ഉണ്ടാവും. കാരണം അതെങ്ങനെയെങ്കിലും ഒപ്പിക്കും. ബാക്കി ദിവസങ്ങളൊക്കെ കണക്കായിരിക്കും, പക്ഷെ ശുശ്രൂഷ, അപ്പൊ നമുക്ക് പ്രാർത്ഥന വരുന്നത് നമുക്കൊരു സന്തോഷമാണ്. അത് ആത്മാവിനോടുള്ള ആ ദാഹം കൊണ്ടോ യേശുവിനോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് ഭക്ഷണം അന്ന് പപ്പ എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്യും എന്ന ഘടകത്തിലാണ്. മറ്റു ദിവസങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കില്ല എന്ന രീതിയിലല്ല, മറിച്ച് അതിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അങ്ങനെ ഒരു വിഷനായിരുന്നു. അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോ ഈ ഒരു പക്വതയിൽ നിന്ന് എനിക്ക് തോന്നുന്നു അതിലൊന്നും വലിയ കഥയൊന്നുമില്ല. അകത്തേക്ക് വിടുന്നത് പുറത്തേക്ക് വന്നില്ലെങ്കിൽ, ഹേബ്രാ സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ
യേശു എന്ന് പൂർണ്ണമായി വിളിച്ചില്ലെങ്കിൽ അകത്തോട്ടും ഷൂ പുറത്തേക്കുമാണല്ലോ. അപ്പൊ യേശു എന്ന് പൂർണ്ണമായി വിളിച്ചില്ല നമ്മുടെ പരിപാടി തീരും. അപ്പൊ സ്വാഭാവികമായി അതിലൊന്നും വലിയ കഥയില്ലെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ബേസിക്കലി അങ്ങനെ ചില ഭവന അന്തരീക്ഷത്തിലെ പ്രാർത്ഥന എന്നെ ഭയങ്കരമായി സ്വാധീനിച്ചു. അത് കാടിനുള്ളിലാണ്. നിങ്ങൾ ഓർക്കണം, നാർക്കോട്ടിക്സുകാർ, എക്സൈസുകാർ, ഫോറസ്റ്റുകാർ മാറി മാറി കയറി ഇറങ്ങുന്ന ഒരു ഗ്രാമത്തിൽ ഒരു പാസ്റ്റർ വന്ന് താമസിക്കുന്നു. അദ്ദേഹം ഭയങ്കര പ്രാർത്ഥന തുടങ്ങുന്നു. ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണ്, ആ ഗ്രാമത്തിലെ ആദ്യത്തെ സംഭവം. ഈസ് എ പയനിയർ ഓഫ് ദ ഇവാഞ്ചലിസ്റ്റ് ഇൻ ദാറ്റ് ഏരിയ. സോ അദ്ദേഹം ആദ്യത്തെ ഒരു എന്താ പറയാ തുടക്കക്കാരനാണ്. അപ്പൊ ഈ പാട്ടും ചാട്ടവും ഒക്കെ പുതുതായിട്ട് വരുന്ന പലർക്കും, പ്രത്യേകിച്ച് അവിടുത്തെ പ്രദേശവാസികൾക്ക് അറിയില്ല. അവരെല്ലാം ഓൾമോസ്റ്റ് കുടിയേറിയവരും കയ്യേറിയവരും ഒക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. നാട്ടിൽ നിന്ന് ഞങ്ങൾ അവിടുത്തുകാർ പറയുന്നത് കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ഈ 3 ജില്ലയിലുള്ള ആളുകളുടെ ഒരു തള്ളിക്കയറ്റമാണ് ഇടുക്കിയിലേക്ക് ഉണ്ടായത്. അതിന് ചുറ്റുമുണ്ട് കുറച്ച് തമിഴ്നാട്ടിൽ നിന്നുണ്ട്. കാരണം അതിന്റെ അതിര് പങ്കിടുന്ന 4 സ്ഥലങ്ങൾ ഈ പറയപ്പെട്ട സ്ഥലങ്ങളാണ്. അവിടെ നിന്നുള്ള ആളുകളാണ് കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പൊ നാട്ടിൽ എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നുകിൽ മുണ്ടക്കയത്തിന് താഴേക്കുള്ള സ്ഥലം, അതല്ലെങ്കിൽ ഏതാണ്ട് കോതമംഗലത്തിന് പുറത്തുള്ള സ്ഥലം, അതല്ലെങ്കിൽ കമ്പം തേനിക്ക് പുറത്തുള്ള സ്ഥലം, നാട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിവക്ഷ പറയുന്നത്. അപ്പൊ നാട്ടിൽ നിന്ന് എന്തെങ്കിലും കേസായി നിക്കക്കള്ളി ഇല്ലാതെ ബുദ്ധിമുട്ടുള്ള ആളുകൾ, അങ്ങനെ വന്നവരൊക്കെ വലിഞ്ഞു കയറിയാണ് ഇടുക്കിയിൽ ഏതാണ്ട് നിറഞ്ഞത്, കോട്ട നിറഞ്ഞത്. എല്ലാവരും സംശുദ്ധരായി വന്നവരൊന്നും അല്ല. ഇന്നിപ്പോ ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ ഓരോ പരിപാടി കാണിച്ചിട്ട് നേരെ ട്രെയിൻ കയറി കേരളത്തിലേക്ക് പോരുന്നത് പോലെ അങ്ങനെ ആയിരുന്നു. സോ ഇവരുടെ എല്ലാം കാഴ്ചപ്പാടിൽ ഇവിടെ വന്ന് ഭയങ്കര ചാട്ടവും മറിച്ചിലും ഭയങ്കര പരിപാടി. അന്നത്തെ ആരാധനയ്ക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, മേൽത്തട്ടിൽ തലയൊക്കെ ഇടിക്കുന്ന ആരാധന. ഇത് വെറും ആവേശത്തിന് പറയുന്നതല്ല, എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ്. ഇത് തള്ളല്ല, ന്യൂജൻ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ തള്ളല്ല. ആരാധിക്കുമ്പോൾ അത് പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും ചെറുപ്പക്കാരും ഒക്കെ ചാടുന്നത് മുകൾ തട്ടിലെ തടിയിലോ ഇല്ലെങ്കിൽ അവിടെ ഉറപ്പിച്ചിരിക്കുന്ന എന്തിലുമൊക്കെ തട്ടത്തക്കവണ്ണം ആരാധന. അത് ഇപ്പൊ എന്താന്നൊക്കെ ചോദിച്ചാൽ പലരും വിമർശനമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ തൽക്കാലം അതിന്റെ മറ്റൊരു വഴിയിലേക്ക് കടക്കുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് വലിയ അനുഗ്രഹമായിരുന്നു, ആവേശമായിരുന്നു. അങ്ങനെ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമമേ എനിക്കിപ്പോഴുള്ളൂ. കാരണം അതിന് പറ്റുന്നൊരു അന്തരീക്ഷം അല്ല നമുക്കുള്ളത് പാട്ടവർക്ക്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന എന്നെ സംബന്ധിച്ച് എന്റെ ബാല്യകാലമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു ബാല്യകാലമായിരുന്നത് കൊണ്ട് എപ്പോഴും സുവിശേഷ സംബന്ധിയായ പാട്ടുകൾ, പ്രാർത്ഥനകൾ, വ്യക്തികൾ, കൂട്ടായ്മകൾ, എന്താ പറയാ കൊടുക്കൽ വാങ്ങലുകൾ, എടുക്കലുകൾ, ഇതെല്ലാം ഇങ്ങനെ അഥവാ ഒരു ബാർട്ടർ സംവിധാനം പോലെ, ക്യാഷിന് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബാർട്ടർ സംവിധാനം പോലെ ആയിരുന്നു. വിശ്വാസികൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും, ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലുമൊക്കെ അവർക്ക് ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് പോകും. നിങ്ങൾക്കറിയാം, യൂത്ത് ഗ്രാമമാണ്, പെട്ടെന്ന് പോയി ഒന്നും വാങ്ങാനുള്ള മാർഗ്ഗമില്ല. മേ ബി ഞങ്ങൾക്ക് നെടുങ്കണ്ടത്ത് നിന്ന് ഏതാണ്ട് 6 കിലോമീറ്റർ ദൂരമുള്ള ഇരട്ടയ എന്ന സ്ഥലത്ത് വരെ അന്ന് ബസ്സുള്ളൂ. അപ്പൊ അവിടം വരെ നടക്കണം. ഏതാണ്ട് ഐ തിങ്ക് 20 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. 20 കിലോമീറ്ററോളം നടന്നു വേണം എന്തെങ്കിലും സാധനം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണമെങ്കിൽ. അപ്പോ അത്തരമൊരു സാഹചര്യത്തിൽ ബാർട്ടർ സംവിധാനം ഏറ്റവും അനിവാര്യമാണ്. നിങ്ങൾക്കറിയാം, സാധനം കൊടുത്ത് സാധനം വാങ്ങുന്ന രീതിയായിരുന്നു. അപ്പൊ വിശ്വാസികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരും. വീട്ടിൽ ചിലപ്പം വേറെ വിശ്വാസികൾ കൊണ്ടുവച്ച കുറെ സാധനം ഉണ്ടാവും, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് ഇത്തരം ഒരു സ്പിരിച്വൽ കൺസെന്റ് മീൻസ് യെരുസലേമിന്റെ ആദ്യ വർഷങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു സംവിധാനമായിരുന്നു. അവിടെ ആർക്കും പൊതുവകയൊന്നും ആവശ്യമില്ല. കാരണം ഒരു പറമ്പിന് മതിലില്ല. കാരണം മതിലിന്റെ ആവശ്യമില്ല. എന്തിനാണ് മതിലെല്ലാം മറ്റേ ഞങ്ങൾ കുളയട്ട എന്നൊക്കെ വിളിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കേൾക്കുന്ന ആളുകൾക്ക് എത്രത്തോളം പരിചിതമാവും എന്ന് എനിക്കറിയില്ല. തോട്ടപ്പുഴു എന്ന ചില മേഖലയിൽ പറയും, നീറട്ട എന്ന ചില മേഖലയിൽ പറയും. തമിഴ്ക്കാർ നീറട്ട എന്ന് പറയും. ചോര വലിച്ചു കുടിക്കുന്നത് ഈ സാധനമാണ് എല്ലാ പറമ്പിലും. അപ്പൊ പിന്നെ അതിൽ നിന്നും വലിയ പ്രസക്തിയില്ല, എല്ലാ പറമ്പിലും ഇതൊക്കെ തന്നെയാണ്. 10 മിനിറ്റ് വെളിയിൽ പോയി നിന്ന് അകത്ത് വരുമ്പോഴത്തേക്കും കുറഞ്ഞ പക്ഷം ഒരു 5-10 മില്ലി രക്തം നമ്മൾ നൂറ്റിപ്പോയിരിക്കും. പിന്നെ ഉപ്പും മഞ്ഞളും ഒക്കെ തേച്ച് ചൂടുവെള്ളം ഒഴിച്ച് വലിയ ബുദ്ധിമുട്ടിലാണ്. കാരണം ആ കാലഘട്ടം 40-ാം നമ്പർ മഴ എന്നൊരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണേൽ പരിചയപ്പെടുത്താം. ആ കാലത്തെ മഴയുടെ പ്രത്യേകത 40-ാം നമ്പർ മഴ എന്നാണ് പറയപ്പെടുക. അതിപ്പോ ഈ തലമുറ കേട്ടിട്ട് പോലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം ഇങ്ങനെ പനി പോലെ ഇങ്ങനെ മഴ അങ്ങ് നിൽക്കും. മഴയ്ക്ക് ഒരിക്കലും ശമനം ഉണ്ടാവില്ല. അതെപ്പോഴും മഴ പെയ്തുകൊണ്ടേയിരിക്കും. അത് 12 മാസവും 365 ദിവസവും 24 അവർ 7 ഡേയ്സ് അതങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. അത് വേനൽക്കാലമാണെങ്കിലും മഴക്കാലമായാലും. വൻപൻ മരങ്ങളാണ്. മരങ്ങളെ ഭേദിച്ച് വല്ലപ്പോഴും ഒരിക്കൽ പ്രകാശം എത്തണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെയും മൂടത്തക്കവണ്ണം മനോഹരമായി മഞ്ഞുപാളികളുണ്ട്. അങ്ങനെ ഹിമപാളികളാലും ഒരുപക്ഷെ
ഹരിയാന എന്നൊക്കെ പറയും പോലെ പച്ചപ്പ് കൊണ്ട് മൂടപ്പെട്ട, എന്നാൽ ഒരു പരിധിവരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രാമമായിരുന്നു ഞങ്ങളുടേത്. ആ ഗ്രാമത്തിലെ ആത്മമണ്ഡലത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞങ്ങളുടെ വളർച്ചകൾ തുടർന്ന് പോന്നിരുന്നു. അങ്ങനെ ഞാൻ, എന്റെ ജ്യേഷ്ഠൻ, എന്റെ അനുജൻ, ഞങ്ങൾ 3 പേരും തൊട്ടടുത്ത ഒരു സ്കൂൾ, ഏതാണ്ട് ഒരു 12 കിലോമീറ്റർ ദൂരെയാണ് ഈ തൊട്ടടുത്ത സ്കൂൾ എന്ന് ഞാൻ പറഞ്ഞത്. കാരണം അത് നടന്നുപോയി വേണം പഠിക്കാൻ. അന്നത്തെ തൊട്ടടുത്തത് എന്നത് 12 കിലോമീറ്റർ ആണ്. കൈലാസത്ത് നിന്ന് ചെമ്മണ്ണ എന്ന സ്ഥലത്ത് വരെ വരണം. അത് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്കൂളാണ്. നിങ്ങൾക്കറിയാം, ഇടുക്കി, കണ്ണൂർ പോലുള്ള സ്ഥലങ്ങൾ മാത്രമല്ല, കേരളത്തിൽ ഓൾമോസ്റ്റ് വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ബൈബിൾ ആധികാരികമായി വിശ്വസിക്കുന്ന ജനതയുടേതാണ്. അതേത് സഭാവിശ്വാസമെന്നെ വ്യത്യാസമെന്നെ പറഞ്ഞാൽ ബൈബിളാണ്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, നിങ്ങളാണ് ലോകത്തിന് വെളിച്ചം എന്ന് കർത്താവ് പറഞ്ഞത്. അത് അപ്ലൈഡ് ആണ്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ കഴിഞ്ഞ 8 വർഷമായി മിനിസ്ട്രി ചലിപ്പിക്കുന്ന ആളാണ്. എനിക്ക് മനസ്സിലാവും. ഏതാണ്ട് 21 സംസ്ഥാനങ്ങളിൽ പോവുകയും താമസിക്കുകയും അവരോട് കൂടി ജീവിക്കുകയും ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ എന്തെങ്കിലുമൊക്കെ വെളിച്ചം നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് പോയ പാതിരിമാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പള്ളിക്കൂടങ്ങളാണ്. പണ്ട് നമ്മുടെ കേരളത്തിന്റെ പള്ളിക്കൂടം ഇപ്പോൾ അവിടെയാണ് പള്ളിക്കൂടം. അങ്ങനെ പോയി പള്ളിയും സംവിധാനം, കാര്യം ഇപ്പോ ജയ് ശ്രീറാം എന്നൊക്കെ വിളിച്ച് ഓടി വന്ന് നമ്മളെ സ്നേഹിക്കുന്നൊക്കെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇതില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. തൽക്കാലം ഞാനത് പറഞ്ഞങ്ങ് വിടുന്നു. അപ്പോ അന്ന് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒത്തിരി ദൂരെ, 12 കിലോമീറ്റർ ദൂരെയാണ് ഈ പറയപ്പെട്ട സ്ഥലം, സ്കൂൾ, സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെമ്മണ്ണ. ഞങ്ങൾക്ക് കൈലാസം, കാരിത്തോട്, പാമ്പുപാറ, അച്ചക്കട, ചെമ്മണ്ണ 4 പ്രധാനപ്പെട്ട ഗ്രാമങ്ങൾ ക്രോസ് ചെയ്ത് വേണം ചെമ്മണ്ണ സിറ്റിയിലെത്താൻ. അത്ര ദൂരെയാണ് സ്കൂൾ. പിന്നെയുള്ളത് ഏതാണ്ട് അത്ര തന്നെ ദൂരമുള്ള പണിക്കൻകുടി സ്കൂളാണ്. അത് കൈലാസത്ത് നിന്ന് ഓപ്പോസിറ്റ് ദിശയിലേക്ക് സഞ്ചരിക്കണം. ചാക്കോ സിറ്റി, മുള്ളരിക്കുടി, വട്ടമല, പണിക്കൻകുടി. അപ്പോ അതും ഏതാണ്ട് അത് അടിമാലി റൂട്ടാണ്, ഇത് ഉടുമ്പൻചോല റൂട്ടാണ്. രണ്ടും സമാന്തരമായി, ഒരിക്കലും ലംബമായി സഞ്ചരിക്കുന്നതല്ല. രണ്ട് വശത്തുള്ളതാണ്. ആളുകൾ 2 വശത്തേക്കും സ്കൂളിന് പോവുകയും 2 വശത്തേക്ക് വരികയും ചെയ്യും. രണ്ടും നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ, എന്റെ ജ്യേഷ്ഠൻ. അപ്പോ അനുജന് ഇതത്ര താല്പര്യമില്ല. അവൻ പൊതുവെ മടിയനാണ്. അവനെ ഞങ്ങൾ മടിയാന്നാണ് ചെറുപ്പം മുതൽ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ പാസ്റ്റർ ആയതുകൊണ്ട് ഇച്ചിരി മുറി കുറച്ചിട്ടുണ്ട്, എങ്കിലും മടി കുറച്ചിട്ടില്ല. അപ്പോ സാംസൺ ലൂക്കോസ് എന്റെ പ്രിയപ്പെട്ട അനിയനാണ്. സോ അവൻ മാത്രം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ നടന്നു പോകുന്നത് താല്പര്യമില്ല, പറ്റില്ല, ബുദ്ധിമുട്ട്. അവനൊരു ബോണ്ട പോലെയാണ് ഇരുന്നത്. അവൻ ഇളയവനായതുകൊണ്ടും അപ്പൻ വിശേഷപ്പെട്ട ഉടുപ്പ് തയ്ച്ചു കൊടുക്കുന്ന യോസേഫിന്റെ കാര്യം പറഞ്ഞാൽ പ്രത്യേക അമ്മയുടെ പരിലാളനയൊക്കെ കിട്ടുന്നത് കൊണ്ട് അവനൊരു ബോണ്ട പോലെയായിരുന്നു. അതുകൊണ്ട് അവനെ കൊണ്ട് നടപ്പ് കഴിയും തോന്നില്ല. ഒരു ദിവസം അവനിങ്ങനെ ഏതോ ഒരു ഗുഡ് ന്യൂസിലാണെന്ന് തോന്നുന്നു, അതോ സങ്കീർത്തനത്തിലാണോ ഹല്ലേലൂയയിലാണോ നമ്മുടെ ഒരു ക്രൈസ്തവ വാരിക വീട്ടിൽ വരുന്നുണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. അപ്പൊ അതിൽ നോക്കിയപ്പോൾ ടിച്ചാന മെമ്മോറിയൽ ചിൽഡ്രൻസ് ഹോം, വടവാതൂർ, കോട്ടയം എന്നൊരു അഡ്രസ് കാണുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞിട്ട് എന്റെ പപ്പായുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പപ്പ ഇവിടെ വിളിക്കണം, എന്നിട്ട് ഞാൻ ഇവിടെ പോകാൻ പോവുകയാണ് എന്നത്. എങ്ങനെയാ എന്താണെന്നും അറിയത്തില്ല. എന്തായാലും പപ്പ, അപ്പൊ അന്നത്തെ കാലത്ത് മൊബൈൽ ഇല്ല. മേ ബി ഞങ്ങളുടെ ഏതാണ്ട് ഒരു കുറെ ദൂരെ അന്നത്തെ കാലത്ത് ലാൻഡ് ലൈൻ ഉണ്ട്, 22 66 25, അതാണ് അവിടുത്തെ നമ്പർ, കാണാപ്പാടാണ്. അന്ന് പഠിച്ചതാണ്. അപ്പൊ ആ വീട്ടിലെ നമ്പറാണ്. അപ്പൊ അവിടെ പോയാണ് എന്തെങ്കിലും വിളിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഫോണിക്കൂടി ശബ്ദം കേൾക്കുന്നൊക്കെ ഞങ്ങൾക്ക് എന്തോ പുഷ്പക വിമാനം നേരിട്ടിറങ്ങി വന്നൊരു ഫീലാണ്. കാരണം ഇങ്ങനെ ഈ സാധ്യമാകുമോ എന്നൊരു കാലഘട്ടമാണ്. ഏതോ ഫിലിമിൽ തമാശയായിട്ട് പറയുന്ന പോലെ സത്യൻ മരിച്ചിട്ട് അവിടെ 2 ആഴ്ച ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞത് പോലെ സാഹചര്യമായിരുന്നു അവിടെ. അപ്പോ പപ്പ ദൂരെയുള്ള ഈ വീട്ടിൽ പോയി ഈ ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തു, നിരന്തരം കോണ്ടാക്ട് ചെയ്തു. അവിടുത്തെ ഒരു നല്ല അഭിഷേകൻ ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുന്നു. വളരെ മാതൃകാപരമായ ഒരു സുവിശേഷകനും ഭാര്യ, അവർക്ക് മക്കളില്ല. അവർ കുറച്ച് കുട്ടികളെ വളർത്തുകയാണ്. മീൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള, നിങ്ങൾക്കറിയാം ഇപ്പോൾ പോലും എത്രയോ ബുദ്ധിമുട്ടുള്ള സുവിശേഷകർ കേരളത്തിൽ കുറവാണ്, നോർത്ത് ഇന്ത്യയിലുണ്ട്. അപ്പൊ ആ സമയത്ത് എത്രയോ വർഷം മുമ്പാണ്, 19 വർഷം മുമ്പ്, അവരങ്ങനെ അവർക്ക് മക്കളില്ലാത്തത് കൊണ്ട് കുട്ടികളെ ഏറ്റെടുത്ത് ശുശ്രൂഷകരായ വിശ്വാസികളായ ആളുകളുടെ മക്കൾ, പഠനത്തിന് ബുദ്ധിമുട്ടുള്ള മക്കളെ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു. അവിടെ അടുത്ത് സ്കൂളിൽ വിടും. അങ്ങനെ ഒരു സ്ഥാപനമാണ്. എന്തായാലും അത് കോണ്ടാക്റ്റഡ് ആയി. അങ്ങനെ അനിയനെയും കൂട്ടി, ഞാനും പപ്പായും അനിയനെയും കൂട്ടി ഞങ്ങൾ പോവുകയാണ്. കൊണ്ടോടി മോട്ടേഴ്സ് ഞങ്ങളുടെ ഫേമസ് വണ്ടിയാണ്. അതിന്റെ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് കയറിയിരിക്കും. അവിടെ ഒരു പെട്ടിയുണ്ട്, നിങ്ങൾക്കറിയാം പെട്ടിയുണ്ട്, ഞങ്ങൾ പെട്ടിപ്പുറത്തേക്ക്.
പെട്ടി കിട്ടാൻ വേണ്ടി അടി കൂടുക എന്നുള്ളത് ഞങ്ങളുടെ സ്ഥിരം രീതിയാണ്. കാരണം അന്നത്തെ കാലത്ത് ഞങ്ങൾ വെളിയിലായിട്ടില്ല. അപ്പൊ ബസ്സിൽ ഇരിക്കുമ്പോൾ പെട്ടിപ്പുറത്തിരിക്കും പ്രത്യേകത ഭയങ്കര വളവാണ്. നിങ്ങൾക്കറിയാം ഇടുക്കിയിലേക്കുള്ള റൂട്ടുകൾ അറിയാം. കുട്ടിക്കാനം ഹെയർ പിൻ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. സോ വളവ് തിരിയുമ്പോൾ ബസ്സിന്റെ ഫ്രണ്ട് വശം റോഡിന്റെ വെളിയിലാണ് കാണുന്നത്, റോഡിലല്ല. പിടിയടാ സൈഡിൽ പിടിയടാ, ഇങ്ങോട്ട് പിടിയടാ. ഞാനും അനിയൻ പിടിച്ചാണ് ഈ ബസ് തിരിച്ച് നേരെ കൊണ്ടുപോയിട്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാംസ്കാരിക കാലഘട്ടമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഏറ്റവും ഫ്രണ്ടിൽ ഈ അടി കൂടാൻ വേണ്ടി ഞങ്ങൾ കയറിയിരിക്കും. എന്തായാലും വന്ന ചച്ചാന മെമ്മോറിയൽ വടവാതൂർ സ്ഥാപനത്തിൽ ഞങ്ങൾ എത്തി. അനുജനെ അവിടെ ചേർത്ത്. അതുകൊണ്ട് അനുജൻ ഈ ലോങ് നടപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് മാത്രമല്ല, അവന് നല്ലൊരു ആത്മാന്തരീക്ഷം തുടക്കം മുതൽ അവിടെ കിട്ടി. കൃപയ അദ്ദേഹം NCVT ഹോൾഡറാണ്, നാഷണൽ സർട്ടിഫിക്കറ്റ് ഹോൾഡറാണ് അനുജൻ. തിയോഡോലൈറ്റ് ടോട്ടൽ സ്റ്റേഷൻ അടക്കമുള്ള സർവേ സെക്ഷൻ അദ്ദേഹത്തിന് അറിയാം, ഹാൻഡിൽ ചെയ്യും. പക്ഷെ മിനിസ്ട്രിയിലാണ് ഓൾമോസ്റ്റ്. എന്റെ ജ്യേഷ്ഠനും ഒരു ടെക്നീഷ്യനാണ്. ബട്ട് ഹീസ് ഓൾസോ എ പാസ്റ്റർ. ഞങ്ങളുടെ പപ്പ പഠിപ്പിച്ചത് മാക്സിമം നമ്മളെ കൊണ്ട് അധ്വാനിക്കണം. പപ്പ അതിനൊരു വാക്യം തന്നത് അധ്വാനിക്കാൻ മടിയുള്ളവൻ പിന്നാതെയും ഇരിക്കണം എന്നാണ് ബൈബിൾ. അതുകൊണ്ട് പണി കൂടി എടുക്കണം എന്നതാണ് പപ്പയുടെ ലൈഫ്. അപ്പോ എന്നാൽ കർത്താവ് സമർപ്പണത്തോടെ നിശ്ചയിക്കുന്നു. അപ്പൊ അങ്ങനെ എന്റെ അനുജൻ മാത്രം നടപ്പിന് രക്ഷപ്പെട്ടു. ഞാനും ചേട്ടനും നടന്ന് അഥവാ രാവിലെ ഏതാണ്ട് മേ ബി 6:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടും. 7:30, 8:30, ഏതാണ്ട് 8:30, 9 ആകുമ്പോൾ, അതും റോഡുള്ള കാലമല്ല, തോട് മാത്രമേ ഉള്ളൂ. റോഡിന് പകരം തോടാണ്. ചെരുപ്പൂരിൽ കയ്യിൽ പിടിക്കും, എന്നിട്ട് നടക്കും. കാരണം ചെരുപ്പെന്ന് പറഞ്ഞാൽ വള്ളിച്ചെരുപ്പ് മാത്രമേ ഉള്ളൂ, പാരകൾ അതേ ഉള്ളൂ. അതല്ലാതെ വേറെ ഇന്ന് കാണുന്ന പാച്ചായോ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന 7,200 രൂപയുടെ സ്കെച്ചേഴ്സിന്റെ ഷൂ ആണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത്. പക്ഷെ അതൊന്നും ഇല്ല, 7 രൂപയുടെ പോലും പൈസ ഇല്ല. അപ്പോ പാരകണ്ണാണ് ആക്ച്വലി. ഒത്തിരി ഓർമ്മയാണ്, ഒത്തിരി പറഞ്ഞു പോയാൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ലൈനിങ് പോകും. സോ ഞാൻ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ഇച്ചിരി വൈഡ് ആവുന്നു എന്ന് എനിക്കറിയാം. ഞാനൊരു മാധ്യമ പ്രവർത്തകൻ കൂടി ആയതുകൊണ്ട് 3 വർഷത്തോളം മീഡിയ വണ്ണിന്റെ ബ്യൂറോ ചീഫ് ആയിരുന്ന ആളാണ്. പല ചാനലുകൾ, കൈരളിയിലടക്കം പല ചാനലുകൾ, സോക്കാൾഡ് ചാനലുകളിൽ നന്നായി വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വാക്കുകൾ ഇച്ചിരി ആവശ്യമില്ലാത്ത കയറി വരും. മാധ്യമ പ്രവർത്തകരാണല്ലോ, മാപ്ര എന്നാണ് ഇപ്പൊ എല്ലാവരും വിളിക്കുന്നത്. എന്നെ മാപ്ര ഉപദേശി എന്നാണ് എന്റെ സുഹൃത്തുക്കൾ വിളിക്കുന്നത്. കേരളത്തിലെ ഐ തിങ്ക് 2014 ഏറ്റവും മികച്ച റിപ്പോർട്ടർക്കുള്ള മീഡിയ വണ്ണിന്റെ പുരസ്കാരം എനിക്കാണ് കിട്ടിയത്. അന്ന് ഞാൻ ശബരിമലയിൽ ആയിരുന്നു, സന്നിധാനത്തെ റിപ്പോർട്ടിങ്ങിനാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ റോഡ് ഏതാണെന്ന് അറിയാത്ത സാഹചര്യത്തിലൂടെ നടന്ന് ആണ് ഞങ്ങൾ പഠിച്ചത് വർഷങ്ങൾ. എന്തായാലും കർത്താവിന്റെ കൃപയാൽ പഠിച്ച് +2 കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ്, PG കഴിഞ്ഞ്, ഐ തിങ്ക് BEdും ചെയ്ത് ലാസ്റ്റ് PhDയിൽ വരെ എത്തി നിൽക്കുന്നു. കർത്താവിന്റെ കൃപയാൽ മാത്രം. സോ അങ്ങനെയായിരുന്നു എന്റെ പഠന സാഹചര്യം പോയിരുന്നു. എല്ലാം വിശദീകരിച്ച് പറയാനുള്ള സാവകാശമില്ല. എല്ലാം അത് കേൾക്കേണ്ട ഗതികേടും നിങ്ങൾക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ വേഗം നമ്മുടെ ആത്മപരിസരത്തിലേക്ക് വരാം. സോ ആത്മീയമായി പറഞ്ഞാൽ വളരെ കെട്ടുറപ്പുള്ള ഒരു വീട്ടിലാണ് എന്റെ വളർച്ചയെങ്കിലും ഈ ആത്മീയ അന്തരീക്ഷം നഷ്ടപ്പെട്ടപ്പോൾ, അഥവാ ഏതാണ്ട് +2 ശേഷം ഡിഗ്രി കാലഘട്ടത്തേക്ക് കടന്നപ്പോൾ ഒരല്പം റോങ് വേയിലേക്ക് ഞാൻ എന്നെ തിരിക്കാൻ തോന്നി. അത് സിനിമയിലൊക്കെ പറഞ്ഞാൽ ഒരു ഫ്ലാഷ് ബാക്ക് ആയി വേണമെങ്കിൽ പറയാവുന്ന ഒരു ഓപ്ഷനാണ്. വളരെ റോങ് ആയ ഒരു ലൈഫിലേക്ക് പോയി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 10-14 കേസുകളും ഒരു ജയിൽവാസവും ലോക്കപ്പും അടിയും ഇടിയും സമരവും ഒക്കെ ആയി സംഘർഷപൂരിതമായി നമ്മുടെ എന്താ പറയാ മാമമാരുടെ സാക്ഷ്യത്തിന്റെ വാക്ക് പറഞ്ഞാൽ സംഭവബഹുലമായ കുറെ വർഷം കഴിഞ്ഞുപോയി. കോളേജ് പഠന കാലഘട്ടം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ SFIയുടെ സാരഥിയായി പല മേഖലകളിൽ പ്രവർത്തിക്കാൻ ഇടവന്നു. അത് ജില്ലാ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ DYFIയുടെയും അതുപോലെ പാർട്ടി CPIM എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയായി ചില വർഷങ്ങൾ പ്രവർത്തിച്ചു. അങ്ങനെ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള ഒരു പൊളിറ്റിക്കൽ വിങ്ങിലേക്ക് ഞാൻ വരപ്പോൾ കൃപയാലാണെന്ന് വിശ്വസിക്കുന്നത്. കാരണം ആ അനുഭവങ്ങളൊക്കെ ഇപ്പോഴും, ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്താണ്, ട്രിവാൻഡ്രത്ത് ഇവിടെയുള്ള ബന്ധങ്ങൾ പഴയ സൗഹൃദങ്ങളാണ്. ആത്മീയ സൗഹൃദങ്ങളിൽ ഉപരി ഒത്തിരി രാഷ്ട്രീയ സൗഹൃദങ്ങളുണ്ട്. ഓരോ ആവശ്യത്തിനൊക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത് എന്റെ പഴയ രാഷ്ട്രീയ സൗഹൃദങ്ങളാണ്. ഇപ്പോഴും സെക്രട്ടേറിയറ്റിലും നിയമസഭയിലും ഒക്കെ എന്റെ സുഹൃത്തുക്കൾ പോലീസിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ SI ടെസ്റ്റിന് എനിക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമില്ലാത്ത പണിയായതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ്. കാരണം സ്പോർട്സ് കോട്ടയിലായിരുന്നു. ഏതാണ്ട് ചെറിയ ഒരു
ട്രെയിനിങ് കാലാവധിയെ പറഞ്ഞിരുന്നു. 1.5 വർഷം മാത്രം ട്രെയിനിങ് നടത്തി ഡയറക്റ്റ് എൻട്രി ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. അഥവാ സ്പോർട്സ് കോട്ടയിൽ ഒരു വിഷയത്തിന് 37 മാർക്ക് സ്പോർട്സിൽ മാത്രം ഉണ്ടായിരുന്ന ആളാണ്. സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു ആൾ. മീൻസ് ക്രോസ് കൺട്രി എന്ന ഒരു ഇനമാണ്, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നറിയില്ല. മാരത്തോൺ എന്ന അതിന്റെ ഹാഫ് മാരത്തോൺ എന്നറിയപ്പെടുന്ന 21 മാരത്തോൺ 42 കിലോമീറ്റർ ആണ്. ഹാഫ് മാരത്തോൺ 21 കിലോമീറ്റർ ആണ്. അതിന്റെ താഴെയുള്ളതാണ് ക്രോസ് കൺട്രി എന്ന് പറയും. 13.5 കിലോമീറ്റർ ഓട്ടമാണ്. ഞങ്ങളത് 38 മിനിറ്റ് കൊണ്ട് 39 മിനിറ്റ് കൊണ്ടാണ് ഓടിത്തീർത്തത്. കേരളത്തിന് വേണ്ടി കേരളത്തിന് വേണ്ടി അല്ല, ഇടുക്കിക്ക് വേണ്ടി പാലക്കാട്ട് നടന്ന മത്സരത്തിൽ ഞാൻ എം വി സാബി ഇപ്പോൾ റെയിൽവേയുടെ ഡിവിഷണൽ ഹെഡാണ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അതുപോലെ കെ എം ബീനാമോൾക്ക് ശേഷമുള്ള ഇടുക്കിയിൽ നിന്നുള്ള ഞങ്ങളുടെ 2 പേർ ഞങ്ങളുടെ വിങ്ങാണ്. അതിൽ എന്റെ തൊട്ട അയൽവാസി ജോമിയ, അവൾ ഇപ്പോൾ റെയിൽവേയിലുണ്ട്. ഓരോരുത്തരും ഓരോ മേഖലയിൽ കയറിയപ്പോൾ എനിക്ക് ജോലി താല്പര്യമില്ലായിരുന്നു. കാരണം പൊതുവെ പണിയെടുക്കുന്ന നമുക്ക് താല്പര്യമില്ലല്ലോ. വാട്ടവർ, എന്തായിരുന്നാലും കർത്താവിന്റെ കൃപയാൽ ഈ വേഷത്തിലേക്ക് എത്തപ്പെട്ടു. മാധ്യമപ്രവർത്തകനിൽ നിന്ന് ഈ വേഷത്തിലേക്ക് എത്തപ്പെട്ടത് കർത്താവ് ഒരു റിസ്ക് എടുത്താണ്. അടി തന്നുകൊണ്ട് നിർത്തിയതാണ്. അടി തരാതെ ദാ വരുന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളോടുള്ള ഒരു ഉപദേശം. കർത്താവിന് ഉള്ളു തരുന്നാതെ ഓടി വന്ന് നിൽക്കുന്നതാണ് നല്ലത്. എന്തായാലും കർത്താവിന്റെ കൃപയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഒത്തിരി വൈഡായി പോകാൻ. ഒരു ആത്മീയ പരിസരത്തിലേക്ക് വരിക എന്നത് എന്നെ സംബന്ധിച്ച് വളരെ ആനുഷംഗികമായി പറഞ്ഞാൽ ഒരിക്കലും പ്രാക്ടിക്കൽ ആയിരുന്നു. അങ്ങനെ ഒരു പ്രാക്ടിക്കൽ അല്ലാത്ത കാലഘട്ടത്തിൽ കർത്താവ് പപ്പായുടെയും അമ്മയുടെയും മറ്റ് അഭിഷേക ശുശ്രൂഷകരുടെയും ഒക്കെ ഒട്ടേറെ ദൂതുകൾ, ആലോചനകൾ, പ്രാർത്ഥനകൾ, കണ്ണുനീരുകൾ ഇതൊക്കെ എന്റെ മുന്നിലുണ്ടായിരുന്നു. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എനിക്ക് പേരിട്ടു. പപ്പ ഇരുന്ന സഭയിൽ ഐ തിങ്ക് കമാഷി എന്ന സ്ഥലത്ത് പപ്പ സുവിശേഷ പ്രവർത്തനത്തോടനുബന്ധിച്ച് സഭാ ശുശ്രൂഷകനായിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മച്ചിയാണ് ഒരു ആലോചന പറഞ്ഞത്, നിന്റെ 2ാമത്തെ മകന് ഇന്ന പേരിടണം. അപ്പൊ യോഹന്നാനെ കുറിച്ച് ചോദിച്ചവർ നിന്റെ കൂട്ടത്തിൽ ആരും ഇല്ലല്ലോ ചോദിച്ചവർ ഈ പേര് ആദ്യമായിട്ടാണ് ആളുകൾ കേൾക്കുന്നത്. ഇപ്പോൾ പോലും എന്റെ പേര് പറയുമ്പോൾ അതൊക്കെ സംസാരിക്കാൻ പറ്റുന്നില്ല. സൽസൺ ലൂക്കോസ്, SALSON LUKOS. അപ്പോ ആ സമയത്ത് ബിഫോർ 14 years വാട്ട് എ റെവലേഷൻ. അപ്പോ അങ്ങനെ ആലോചന കിട്ടിയാണ്. പപ്പായോട് പറഞ്ഞു ഇന്ന പേരിടണം, 2ാമത് ഇനി ജനിക്കുന്നത് ആൺകുട്ടായിരിക്കും, ഇതായിരിക്കണം, അവന്റെ സഭ ഇതിന്റെ ശുശ്രൂഷ ഇതിങ്ങനെ ആയിരിക്കണം. പപ്പയുടെ ആലോചന പറഞ്ഞായിട്ടാണ് എന്നോട് പപ്പ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് പേര് സെലക്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു ആത്മീയ പരിസരത്തിലൂടെ വളർന്നു വന്നതിന്റെ എല്ലാ തരത്തിലുമുള്ള എനർജിയും എന്റെ ഉള്ളിൽ രൂഢമൂലമായിരുന്നു. അതവിടെ കിടപ്പുണ്ടായി. ഞാൻ ഏതിലേക്ക് പോയിരുന്നാലും എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും എനിക്കൊരു ബോധ്യമുണ്ടായി. ഡിഗ്രി പഠന കാലഘട്ടത്തിൽ NSS മീൻസ് നായർ സർവീസ് സൊസൈറ്റി അല്ല, നാഷണൽ സർവീസ് സ്കീം. സോ അതിന്റെ ഒരു വർക്കിംഗ് ലീഡറായിട്ട് പ്രവർത്തിച്ചാണ് കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ ഞാൻ. ആ സമയത്ത് എന്നോട് ക്യാമ്പൊക്കെ വരും. ക്യാമ്പ് വരുമ്പോഴത്തേക്ക് ആരായിത്തീരണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞു അതിപ്പോഴും റെക്കോർഡഡ് ആണ്, കോളേജ് മ്യൂസിയത്തിൽ ഇപ്പോഴും ഉണ്ട്. ഐ വാണ്ട് ടു ബി എ മാസ്റ്റർ, ഞാൻ ഒരു ഇവാഞ്ചലിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ മുഴു കുടിയനാണ്. ചെറിയ കഞ്ചാവിന്റെ അസ്ഥ്യത ഉണ്ടായിരുന്നു. അടിയുടെയും പിടിയുടെയും എല്ലാത്തിന്റെയും ആനുകൂല്യം ഉണ്ടായിരുന്നു. ഗുണ്ടായുസത്തിന്റെ പരിപൂർണത എന്നിൽ കളിയാടിയിരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വാക്ക് പറയുമെന്ന് ഒരിക്കലും കൺസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ ആയിത്തീരുമെന്ന് പോലും ആരും സങ്കല്പിക്കുകയുമില്ല. കാരണം എല്ലാത്തിനും എന്താ പറയാ, മൗനാനുവാദം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടുകാർ, അത്യാവശ്യം സംരക്ഷണം നൽകിക്കൊണ്ടിരുന്ന ഒരു പാർട്ടി ഓഫീസിൽ താമസം, വീട്ടിൽ പോകലില്ല. ഐ തിങ്ക് 2003 മുതൽ ഞാൻ വീട്ടിൽ പോയിട്ടില്ല. 2010 ശേഷമാണ് ഞാൻ വല്ലപ്പോഴും വീട്ടിലൊന്ന് തിരികെ പോരും. പപ്പ ചിലപ്പോൾ കാണണമെങ്കിൽ സ്റ്റാൻഡിൽ വന്നിട്ട്, പപ്പ സ്റ്റാൻഡിൽ ഇറങ്ങുമ്പോഴേ എല്ലാവർക്കും അറിയാം സൽസന്റെ പപ്പായാണ്. എല്ലാവരും വഴി കാണിക്കും. കാരണം ഞാൻ അവിടെ CIT ചുമതലയൊക്കെ ഉണ്ടായിരുന്നു. ഹെഡ് ലോഡ് ടിമ്പർ വർക്കേഴ്സ്, അതുപോലെ ബസ് ഓപ്പറേറ്റേഴ്സ് ഇതിന്റെയൊക്കെ അസോസിയേഷന്റെ ചുമതല എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. വിളിച്ച് ഓഫീസിൽ കൊണ്ടുവരും. അപ്പൊ ഞാൻ എന്തെങ്കിലും തിരക്കിലായി പപ്പായെ കാണും. ഒഫീഷ്യൽ ടോക്ക് VM ലൂക്കോസ് പടിയിറങ്ങും, ഞാൻ ഓഫീസിലിരിക്കും. വല്ലപ്പോഴും ഒന്ന് വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ പോലും ചില വല്ലപ്പോഴും ഒക്കെ ചെയ്താല വാട്ടവർ. അപ്പൊ അങ്ങനെ ആയിരുന്നത് കൊണ്ട് കോളേജിൽ ക്യാമ്പിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു പാസ്റ്റ് ആയിരുന്നു. വളരെ റോങ് ആയ ഒരു ലൈഫായിരുന്നു. കർത്താവ് നല്ല 1ാം തരം അടി തന്ന് കൊണ്ട് പിടിച്ചു നിർത്തിയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു നിർത്തിയതാണ്. കൃപയാൽ കർത്താവ് നിർത്തിയതായതുകൊണ്ട് പോകത്തില്ലെന്ന് മാത്രമല്ല, ഇനി പറയാൻ പറ്റത്തില്ല. കാരണം കർത്താവ് നിർത്തിയിരിക്കുന്ന ക്രിസ്തു എന്ന പാറമേലാണ്. കർത്താവ് എന്നോട് ചെയ്തൊരു വലിയ കൃപ, പുതിയ നിയമ വെളിപ്പാടുള്ള ഒരാളായി എന്നെ നിർത്തി എന്നതാണ്. അതിലുപരി ഒരു കാര്യവും കർത്താവിൽ ഞാൻ, കാരണം ഒരു ചടങ്ങ് ഉപദേശിയായി ഇരിക്കുന്നതിലും ഭേദം അദ്ദേഹം ആ മിനിസ്ട്രി വിടുന്നതാണ് എന്നതാണ് എന്റെ ലൈഫ്.
അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയുന്നു, ഒരു നല്ല വിഷനോടുകൂടി ആയിരുന്ന യു ആർ അസെറ്റ് ഫോർ ദ മിനിസ്ട്രി, യു ആർ വർത്തി. അതല്ലെന്നുണ്ടെങ്കിൽ മിനിസ്ട്രിക്ക് നമ്മൾ ഒരു ഭാരമാണ്. മിനിസ്ട്രിക്ക് നാം ഒരു ഭാരമായി തീരരുത്. നല്ലൊരു വിഷനുള്ള ആളായി മാറുക. ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് നടക്കാം. പൂർണ്ണമായി നടക്കാമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അതൊരു പക്ഷെ ആർക്കും കഴിയില്ല. അത് കഴിഞ്ഞ ഒരാളേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ യേശുവെ എന്ന് വിളിക്കുന്നത്. അത് കർത്താവിന് മാത്രമാണ്. പക്ഷെ നമുക്ക് പരിശ്രമിക്കാം. എത്രത്തോളം കർത്താവിനെ പോലെ, യേശുവിനെ പോലെ ആകാൻ. യേശുവായി മാറാൻ ആരും നടക്കണ്ട, യേശുവിനെ പോലെയായി മാറാൻ നമുക്ക് ശ്രമിക്കാം. കർത്താവ് അതിന് കൃപ നൽകും. കാരണം ഏത് ഭാഗത്തു നിന്നും ഒരു വാക്യം കിട്ടിയാൽ അതിനകത്ത് ക്രൈസ്റ്റിനെ കണ്ടെത്തുന്ന, അതിനകത്ത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ തിരയുന്ന, ഇടിച്ചെടുത്ത ഒലിവെണ്ണ എന്ന് ലേവ്യ പുസ്തകം വായിക്കുമ്പോഴും, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഉപദേശിക്കണമെന്ന് 90-ാം സങ്കീർത്തനം വായിക്കുമ്പോഴും, ഒരുപക്ഷെ ഗോശാലകളിൽ പശുക്കൾ ഉണ്ടായിരിക്കില്ല എന്ന് ഹബക്കൂക്കിനകത്തുനിന്ന് വായിച്ചാലും അതിനകത്തുനിന്ന് ഒരു ക്രൈസ്റ്റ് റെവലേഷനെ കണ്ടെത്താൻ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ യു ആർ ദ സക്സസ്ഫുൾ ഇൻ ദ മിനിസ്ട്രി. അതർവൈസ് ഞാൻ ഡാഷ് ഇട്ട് വിടുന്നു, ദാറ്റ് ഇസ് എ ഫെയിൽ. കാരണം മിനിസ്ട്രി എന്നത് ഇത് ശരിക്കും ഒരു മുൾക്കിരീടമാണ്. ഒരു കയറ് കെട്ടിയിട്ട് അങ്ങേയറ്റത്ത് നിന്നോ ഇങ്ങേയറ്റത്ത് നടക്കുന്നതിന് സമമായി പോകുന്ന ഒരു വടിതരും കൃപയാൽ ബാലൻസ് ചെയ്യുന്ന ഒരു മിനിസ്ട്രി. അങ്ങനെയാണെങ്കിൽ യു ആർ റൈറ്റ് ഓൺ ദ പാത്ത്. അതല്ലെങ്കിൽ കുഴപ്പമില്ല. എപ്പോൾ വേണമെങ്കിലും എത്ര എടുത്താലും നിറഞ്ഞു വരുന്ന സാരഫാത്തിലെ പാത്രത്തിനടുത്തിരുന്നാൽ എലിയാവ് സക്സസ് ആണ്. അവിടെ ഇരിക്കരുത്. പർവ്വതത്തിലേക്ക് കയറാൻ കൂടി ഒരു ബോധ്യം വേണം. കാരണം നമ്മുടെ പാത്രമേ നിറഞ്ഞിട്ടുള്ളൂ. വലിയ വരൾച്ച ദേശത്തുണ്ട് എന്ന തിരിച്ചറിവാണ് എലിയാവുമാർക്കുണ്ടാകുന്നത്. ദൗർഭാഗ്യവശാൽ കേരളത്തിന്റെ മിനിസ്ട്രി ഞാൻ പൊതുവെ ഇഷ്ടപ്പെടാത്തതിന്റെ കാരണവും അത് തന്നെയാണ്. ഞാൻ തൽക്കാലം വിമർശനം വഴി ഉപേക്ഷിക്കുന്നു. എന്റെ കോളേജ് കാലഘട്ടത്തേക്ക് വരുമ്പോൾ ഈ സംഘടനകളുടെയും സൗഹൃദങ്ങളുടെയും പശ്ചാത്തലത്തിലൂടെ വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തുന്ന ഘടന മറ്റൊന്നായി മാറി. ആത്മമണ്ഡലത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുകയും അതിനുശേഷം ഐ തിങ്ക് ഏതാണ്ട് 10-25 വയസ്സ് 26 വയസ്സ് വരെ പത്രോസിനെ കുറിച്ച് പറഞ്ഞാൽ തോന്നിയ വഴിയിൽ നടക്കുകയും ചെയ്ത ഒരു ഹതഭാഗ്യനായ മനുഷ്യനായി പോയി. കാരണം ഞാൻ പിന്നീട് കർത്താവിനോട് അലമുറയിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ ഒരു വിഷൻ കർത്താവ് എന്തുകൊണ്ട് 15-ാമത്തെ വയസ്സിൽ തന്നില്ല. ഞാൻ വഴക്ക് പിടിച്ചിട്ടുണ്ട് കർത്താവ്. കാരണം ഇപ്പൊ ഞാൻ എത്രയോ വലിയ ഉന്നതിയിൽ എത്തിയാണ്. കർത്താവ് എന്തുകൊണ്ട് ഇത്രയും നാൾ എന്നോട് മറച്ചു വെച്ചു എന്ന് പറഞ്ഞ് കർത്താവിനോട് പിണങ്ങി എഴുതുന്നുണ്ട്. ഞാൻ ദൈവവും ഭക്തനും തമ്മിലുള്ള അകന്ന ബന്ധമല്ല എനിക്കുള്ളത്. എന്റെ അപ്പനാണ്. ഞാൻ വഴക്കിടും. പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥന എന്ന മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ചുള്ള വർണ്ണനയൊന്നുമല്ല. ഞാൻ എൻ്റെ ഹൃദയം എനിക്ക് പറയാനുള്ളത് പറയുന്ന ഒരു പ്രോസസ്സിനെയാണ് ഞാൻ പ്രാർത്ഥനയായി കാണുന്നത്. എൻ്റെ ആരാധനയെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിലൂടെ കണ്ടിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും അല്ലാതെയും ഓഫ്ലൈനിലും ഓൺലൈനിലും എന്നെ അറിയാവുന്ന ഒത്തിരി ആളുകളുണ്ട്. അവർക്കറിയാം, ഒരിക്കലും ഒരു ഗസ്റ്റ് പ്രീച്ചറായി സൽസൺ ലൂക്കോസിനെ നിങ്ങൾ ഒരിടത്തും കണ്ടിട്ടില്ല. അഥവാ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാനായിരിക്കയില്ല. അതെവിടെയായെങ്കിലും വിളിച്ചാൽ, ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ സമയത്തല്ല ചെല്ലുക. ആരാധന തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അവിടെ ചെല്ലും. അതിൽ കാഴ്ചക്കാരിൽ ഒരാളായിട്ടല്ല. അവിടുത്തെ ഏറ്റവും ശബ്ദം ഉപയോഗിച്ച് ആരാധിക്കുന്ന, ഏറ്റവും ശക്തമായി കൈയടിക്കുന്ന, നന്നായി അന്യഭാഷ പറയുന്ന ഒരു ആരാധന കഴിഞ്ഞിട്ട് മാത്രമേ, ശരീരം വിയർക്കാതെ പൗഡർ മാഞ്ഞു പോകാതെ ഞാൻ ഒരിക്കലും സദസ്സിൽ നിന്ന് വേദിയിലേക്ക് ബൈബിളുമായി കയറിയിട്ടില്ല. അത് ഇന്നും അങ്ങനെയാണ്, ഇനിയും അങ്ങനെ ആയിരിക്കും. കാരണം അതെന്റെ കർത്താവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാടാണ്, ഒരു ബോധ്യമാണ്. കാരണം അവന് പൂർണ്ണ ശക്തിയോടെ വേണം. കൈ ഒടിഞ്ഞു കിടക്കുകയാണെങ്കിൽ വേണ്ട, ഒരു കൈ മതി, സാരമില്ല. 2 കൈ ഉണ്ടെങ്കിൽ ആത്മാവിൽ പകല് മുഴുവൻ എല്ലാ പണിയും ചെയ്യാൻ ഒരു കുഴപ്പമില്ല. വൈകിട്ട് പ്രാർത്ഥനയാകുമ്പോഴത്തേക്കും കൈവേദനയാണ്, സന്ധ്യാപ്രാർത്ഥനയാകുമ്പോഴത്തേക്കും കാലനങ്ങാൻ മേല. അപ്പോ ഇത്തരത്തിലുള്ള ശോഷിപ്പൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എന്റെ മക്കളോടും ഭാര്യയോടും ചോദിച്ചാലും അറിയാം, അവരെയും അങ്ങനെയാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതെല്ലാം വിട്ടിട്ട് ഇതൊന്നുമില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് ദൗർഭാഗ്യവശാൽ ഞാൻ പോയി. കർത്താവ് അതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റെഫാനോസിനെ കൊല്ലുന്ന സമയത്തും പൗലോസിനെ കാത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒരുപക്ഷെ കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. വലിയ ആക്രമണങ്ങൾ, വിശേഷാൽ CPIM കാലത്തും ഉണ്ടായിരുന്ന ശത്രു അത് BJP RSS ആയിരുന്നു. നിരന്തരമായ ആക്രമണങ്ങൾ. ഇടുക്കിയെ സംബന്ധിച്ച് മണിയാശാനെ നിങ്ങൾക്കറിയാം. ഇടുക്കി അങ്ങനെ പിടിച്ചെടുത്താണ് കോൺഗ്രസിൽ നിന്നും ഒക്കെ. അതിന്റെ ഭാഗമായി ഒത്തിരി ആക്രമണങ്ങൾ, പലതരത്തിലുള്ള അടികൾ. പാതിരാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു വടിവാൾ എടുത്തുകൊണ്ട് ഓടുകയാണ്. ഏലക്കാട്ടിലാണ്, ഓൾമോസ്റ്റ് ഏലക്കാടാണല്ലോ. ഏലക്കാട്ടിൽ പതിയിരിക്കുന്നു, ഇന്നടത്ത് പോയി പിടിക്കണം, പെട്ടണം, കുത്തണം. അങ്ങനെ ഇതെല്ലാം ഓട്ടവും ചാട്ടവും മറിച്ചിലും ഒക്കെ ആയിരുന്ന ഒരു വളരെ മോശം കാലഘട്ടം. ആവശ്യമില്ലാതെ ആളുകളെ തല്ലുകയും ഉപദ്രവിക്കുകയും
ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പണവും സമയവും അധ്വാനവും ചെലവിടുകയും ഒക്കെ ചെയ്തിരുന്ന അനാവശ്യമായ ഒരു കാലഘട്ടം. പലരും ഈ ദിവസങ്ങളിൽ എന്നെ കാണുന്ന പലരും ചോദിക്കുന്നത്, നീ എങ്ങനെ ചേഞ്ച് ആയി എന്ന് അത്ഭുതത്തോടെ ചിന്തിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് കട്ടപ്പനയിലെ ഇപ്പോ എനിക്ക് തോന്നുന്നു APP, തൊടുപുഴ ബാറിലെ APP ആയിരിക്കുന്ന അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, ഇപ്പൊ പ്രോസിക്യൂട്ടറാണ്. അദ്ദേഹത്തിന്റെ പേര് ഞങ്ങള് മത്തായിച്ചൻ എന്ന് വിളിക്കും, പാർട്ടി വക്കീൽ കൂടി ആയതുകൊണ്ട്. KB വർക്കി, കൊച്ചുകുടിയിൽ അദ്ദേഹം അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം എന്റെ പല കേസുകളും വാദിച്ചിട്ട് ഒരു രൂപ പോലും വാങ്ങാതെ. അദ്ദേഹം പറഞ്ഞൊരു കാരണം വേറൊന്നുമല്ല, നിന്നിലുണ്ടായ മാറ്റം കൊണ്ട് മാത്രം നിന്റെ ഞാൻ പൈസ വാങ്ങുന്നില്ല. കാരണം ഞാൻ നല്ലതായതൊന്നും കോടതിക്ക് അറിയേണ്ട കാര്യമില്ല, കേസ് അവിടെ കിടക്കാണ്. ഞാൻ മാനസാന്തരപ്പെട്ടതും സ്നാനപ്പെട്ടതും കോടതിക്ക് ബാധകമല്ല, കേസ് മുഴുവൻ അവിടെ കിടക്കാണ്. പിന്നെ കുത്തിയിരുന്ന് ഉപവസിച്ചും പ്രാർത്ഥിച്ചുമാണ്. കാരണം എല്ലാം 21 സാക്ഷികൾ, 17 സാക്ഷികൾ നമുക്കെതിരെയുള്ള കാര്യമായി പറയുന്നത്. എന്റെ കേസിൽ എന്നെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 17 സാക്ഷികൾ, 21 സാക്ഷികൾ, 13 സാക്ഷികൾ, ഇത്രയും സാക്ഷികളെ വെട്ടിയാണ് സ്വർഗീയ കോടതി അഥവാ സുപ്രീം കോർട്ട് അവിടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സുപ്രീം കോർട്ട് തന്ന ജാമ്യത്തിലാണ് കൃപയ ഇന്ന് നിൽക്കുന്നത്. കർത്താവിന്റെ വലിയ കരുതലാണ്. അങ്ങനെ കോളേജ് പഠന കാലഘട്ടം വളരെ എന്താ പറയാ സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെ കടന്നു. അതിനുശേഷം ഒരു 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 എന്താ പറയാ ശാന്തമായ ഒരു കാലഘട്ടത്തിൽ കർത്താവ് കൊണ്ടുവന്നു. ആരും അറിയപ്പെടാതെ 12ാമത്തെ വയസ്സ് മുതൽ 30 വയസ്സ് വരെ അവനവന്റെ കാര്യം ചെയ്തു പോകുന്ന കർത്താവിനെ പോലെ ഒരു സൈലന്റ് പീരിയഡ്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദ പ്ലാനിങ് അബൌട്ട് ദാറ്റ്. ബാക്ക് ഫ്രെയിമിന്റെ പ്ലാൻ എന്താണെന്ന് കർത്താവിനെ അറിയും. ആരും അറിയാതെ ഒരു ചെറിയ കാലഘട്ടം കർത്താവ്. ആ കാലഘട്ടത്തിലാണ് കർത്താവുമായി അടുക്കുക എന്നൊരു പ്ലാനിലേക്ക്. ഈ സമയത്ത് ഫേമസ് ആയ ഒരു പണികൾക്കും ഒരു പദ്ധതികൾക്കും നിൽക്കും. വളരെ ശാന്തമായി കർത്താവിനോട് അടുക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. അതിന് ഉപോത്ബലകമായ അഭിഷക്തരായ ഒട്ടേറെ ആളുകൾ, വിശേഷാൽ നിങ്ങൾക്കറിവുള്ളതുപോലെ ആത്മീയ കേരളത്തിൽ ഒട്ടേറെ ശക്തന്മാരെ അഭിഷക്തർ ഉയർന്നു വന്നിട്ടുണ്ട്. പഴയതും പുതിയതുമായ, പഴയ തലമുറയിലും പുതിയ തലമുറയിലും എന്താ പറയാ പോസ്റ്റ് മോഡേൺ തലമുറയിലും ഒട്ടേറെ ആളുകൾ, ആത്മീയമായി പറഞ്ഞാൽ ഇപ്പോൾ 4ാം ജനറേഷനിലാണ് എത്തി നിൽക്കുന്നത്. ഈ പോസ്റ്റ് മോഡേൺ സ്പിരിച്വൽ ടൈമിലും നിൽക്കുമ്പോഴും ഇവരുടെ എല്ലാവരുടെയും നല്ല നല്ല തോട്ട്സിനെ സ്വീകരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇന്നും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും എന്റെ മെന്റേഴ്സ് ആയിട്ട് നിൽക്കുന്നത് കുറഞ്ഞതൊരു 80-85 വയസ്സിന് മീതെയുള്ള എന്റെ ബഹുമാന്യരായ സുവിശേഷക വന്യരാണ്. പല ജില്ലകളിലും പല സംസ്ഥാനത്തുമുള്ളവർ. എന്റെ കൂടെ മിനിസ്ട്രി ചെയ്യുന്നവരുണ്ട്. ഞാനൊരു കൺവെൻഷൻ നടത്തിയപ്പോൾ അതിന് ഉദ്ഘാടനത്തിന് എല്ലാ മീറ്റിങ്ങിനും ശുശ്രൂഷയ്ക്ക് വിളിച്ചത് അതുപോലുള്ള എന്റെ മെന്റേഴ്സ് ആണ്. എന്നാൽ പോസ്റ്റ് മോഡേൺ എന്നൊക്കെ പറയാവുന്ന, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഡിസ്കോ ഡാൻസ് കളിക്കുന്ന ന്യൂജൻ പാസ്റ്റേഴ്സും സുവിശേഷകരും എന്റെ കൂടെ മിനിസ്ട്രിയിലുണ്ട്. ആരെയും ഞാൻ പൂർണ്ണമായി തള്ളിയിട്ടില്ല, ആരെയും പൂർണ്ണമായി ചേർത്ത് പിടിച്ചിട്ടുമില്ല. അവരിൽ നിന്ന് നല്ല വശങ്ങൾ ഞാൻ ആത്മാവിൽ സ്വീകരിക്കുന്നു. അതിൽ തെറ്റാണെന്ന് തിരുത്തി ക്ലിയറായി പറഞ്ഞു തന്നാൽ എത്ര വിശ്വസിച്ചാലും തിരുത്താൻ ഒരു മടിയുമില്ലാത്ത മനസ്സോടെ നിൽക്കുന്ന കൃപയാൽ മിനിസ്ട്രിയിൽ ആ ഒരു സൈലന്റ് കാലഘട്ടം, അതിലൂടെ ചെറിയ ഒരു അവതരണം പറഞ്ഞാൽ എന്റെ വിവാഹത്തോടനുബന്ധിച്ചാണ് ഞാൻ ഒരു ആത്മമനുഷ്യനായി രൂപപ്പെടുന്നത്. എന്നിലുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു, എന്നിലുണ്ടായിരുന്നു, വിത്തുണ്ടായിരുന്നു. പക്ഷെ ഒരു മഴയ്ക്ക് വേണ്ടി കാത്തിരുന്ന ആ പ്രവാചകൻ വിളിച്ചു പറയുന്ന പോലെ വെട്ടിപ്പോയ മരത്തിന്റെ കാര്യം പറഞ്ഞു. ഒരു വെള്ളത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന, ഒരു വെള്ളത്തിന്റെ പ്രസൻസിന് വേണ്ടി ആഗ്രഹിക്കുന്ന ചില മുളപ്പുകൾ അകത്തുണ്ടായിരുന്നു. കൈറോസ്, ദൈവത്തിന്റെ സമയമായപ്പോൾ പ്രീതിമോൾ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രീതിമോൾ ജോസഫ്, അദ്ദേഹം ഇതേ പ്ലാറ്റ്ഫോമിൽ എനിക്ക് മുൻപായി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആളൊരു ഫണ്ണിയാണ്, ആളൊരു തമാശക്കാരിയാണ്. അപ്പോ എന്റെ തമാശ അദ്ദേഹത്തെക്കാൾ കൂടുതലാണെന്ന് തോന്നിയപ്പോൾ പുള്ളി നമ്മളെ റെഗുലേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്റെ റെഗുലേറ്ററി അതോറിറ്റി അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അപ്പോ എവിടെയെങ്കിലും ഇരുന്ന് ഞാൻ എന്തെങ്കിലും തമാശ പറയുമ്പോൾ എന്റെ മുഖം കാണാവുന്നതിന് സമാന്തരമായി പുള്ളി എവിടെയും പോയി. എല്ലാ ഭാര്യമാരും അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അതോ ഇനി എന്റെ ഭാര്യയ്ക്ക് മാത്രമാണ് ആ രോഗം എന്നറിയില്ല. അപ്പോ ഇടയ്ക്ക് എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കാവുന്ന പരുവത്തിലെ പുള്ളിക്കാരി. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ ചലനം അനുസരിച്ചാണ് എന്റെ നാവിന്റെ ചലനം. ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. കാരണം പുള്ളിക്ക് പേടിയാണ് ഞാൻ ഓവർ തമാശ പറയും എന്നൊരു പേടിയാണ്. എന്റെ സഭാ ശുശ്രൂഷയിലൊക്കെ ചർച്ച മിനിസ്ട്രിയിലൊക്കെ ആയിരുന്നപ്പോഴും
ഗസ്റ്റായി പോയ നമ്മുടെ വാര്യാപുര യോനാച്ചാന്റെ ചർച്ചിലൊക്കെ ആയിരുന്നപ്പോഴും ഒക്കെ പത്തനംതിട്ടയിലെ ഞങ്ങളുടെ മിനിസ്ട്രി ഞാൻ പറയാം. സോ അങ്ങനെ എല്ലാ ചർച്ചുകളിലെ മിനിസ്ട്രിക്ക് തൊട്ടുമുമ്പ് പ്രസംഗ ഗർദനവും പുള്ളി എന്നെ പ്രത്യേകം വിളിച്ചിട്ട് കുത്തിനെ വിളിച്ചു പറയും, കൂടുതൽ തമാശയൊന്നും വേണ്ട, ശുശ്രൂഷ മാത്രം മതി എന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് വളരെ അച്ചടക്കമുള്ള ബോയി ആയിട്ടാണ്. കാരണം എന്റെ അകത്ത് ഈ പറഞ്ഞ പല കാലഘട്ടങ്ങളിലൂടെ പല ഇടങ്ങളിലൂടെ നടന്ന് പരിചയിച്ച വാക്കുകളും പെരുമാറ്റങ്ങളും ഒക്കെ ഒരല്പം റബിഷ് ആയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അതൊക്കെ നമ്മളെല്ലാം മനുഷ്യരല്ലേ, ചൊവ്വായി നിറങ്ങി വന്ന ആളുകളൊന്നുമല്ല. സംഭാഷണത്തിൽ അതൊക്കെ മിക്സായി വരും. ആർക്കും അപകടമാകാതിരിക്കാൻ സൂക്ഷിക്കും. എങ്കിലും ചിലപ്പോ ചില തമാശകളൊക്കെ, എന്റെ തമാശ നിങ്ങൾക്ക് തമാശയായി തോന്നണമെന്ന് നിർബന്ധമില്ലല്ലോ. എന്റെ മുമ്പിൽ ഇരിക്കുന്നയാൾ നരച്ച താടിയുള്ളയാളാണ്, തലയിൽ മുടി കുറവുള്ള ആളാണ്, എനിക്കത് തമാശയാണ്, അദ്ദേഹത്തിന് തമാശയായി വരണമെന്നൊരു നിർബന്ധമില്ല. അപ്പൊ എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ എന്നെ റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്റെ പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും എല്ലാ മേഖലയിലും അദ്ദേഹം കർത്താവ് റെഗുലേഷൻ ആയി ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവിന്റെ കൃപയാണ്. അതിനുശേഷമാണ് പ്രാർത്ഥനാപരമായ കൺസെപ്റ്റിലേക്ക് ഞാൻ ഒന്നുകൂടി മടങ്ങി വരുന്നു. എന്റെ രണ്ടാം വരവ് അഥവാ എന്റെ വിളിയിലേക്കുള്ള കർത്താവിന്റെ ചുവടുവയ്പ് എങ്ങനെയായിരുന്നു. 2012 ഞങ്ങളുടെ വിവാഹം ഫെബ്രുവരിയിലായിരുന്നു. അപ്പോ ഞാൻ പൊതുവെ ഈ അന്ധവിശ്വാസങ്ങൾ, പൊതുവെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചെറിയൊരു അസുഖമുണ്ട്, ഈ അന്ധവിശ്വാസങ്ങളൊന്നും താല്പര്യമില്ല. കാരണം ദൈവത്തെ തന്നെ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ അന്ധമായി വിശ്വസിക്കണം. ദൈവം ആരാന്ന് ചോദിച്ചാൽ എവിടാന്ന് ചോദിച്ചാൽ എടുത്തു തരാൻ നമുക്കൊന്നുമില്ലല്ലോ. അപ്പോ പൊതുവെ 13-ാം നമ്പർ, അത് കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിൽ സെക്രട്ടേറിയറ്റിലെയും നിയമസഭയിലെയും 13 നമ്പർ ഖാലിയായിരിക്കും. ഇടതുപക്ഷത്തിന്റെ കാലത്ത് അത് കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു MA ബേബി സാറാണ് കഴിഞ്ഞ തവണ ഉപയോഗിച്ചത്. അതിനു മുമ്പ് കോടിയേരി സാറായിരുന്നു. 13-ാം നമ്പർ എല്ലാവർക്കും അശുഭ നമ്പർ. അതുപോലെ ചൊവ്വാഴ്ച ആരാധന, പ്രാർത്ഥന, വിശുദ്ധ കർമ്മം നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒരു ചൊവ്വാഴ്ച മതി, ഏതെങ്കിലും ഒരു 13-ാം തീയതി. എന്റെ വാശി ഭയങ്കരമായി. എല്ലാവരും കാര്യം നമ്മൾ അന്യഭാഷയൊക്കെ പറയുമെങ്കിൽ അല്പമൊക്കെ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മിലും ഉണ്ടല്ലോ. നമ്മളാണല്ലോ നല്ല ഒന്നാം തരം ആചാര സംരക്ഷകർ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ എല്ലാവരും കൂടെ കല്ലെറിയുന്ന ഫേസ്ബുക്ക് കാണുമ്പോൾ അറിയാം നമ്മളാണ് ആചാര സംരക്ഷകർ. അത് ഹിന്ദുക്കളിൽ മാത്രമല്ല, ഹിന്ദുക്കോസുകാരിൽ നന്നായിട്ട് ആചാര സംരക്ഷണം നടത്തുന്ന ആളുകളുണ്ട്. അപ്പോ അങ്ങനെ എന്റെ വീട്ടിലും എന്റെ സമാന്തര സ്ഥലങ്ങളിലും ഉള്ളവരുണ്ട്. അയ്യോ 13-ാം നമ്പർ വേണ്ട, അത് വിവാഹം നീണ്ടു നിൽക്കില്ല, അപകടമുണ്ട്. മാത്രമല്ല ചൊവ്വാഴ്ച ഒട്ടും പറ്റൂല, അത് ഭയങ്കര അപകടമാണ്. ഭയങ്കര. ഞാൻ പറഞ്ഞു ചൊവ്വാഴ്ച മതി കല്യാണം, അത് 13-ാം തീയതി മതി. മാത്രമല്ല എല്ലാ കല്യാണ ചെറുക്കന്മാരും ഒക്കെ ഇരിക്കുന്നത് പോലെ വളരെ സ്ട്രക്ചറിലായ ഇടപാടൊന്നുമില്ല. അപ്പം വിവാഹ കല്യാണം എന്ന് ഞങ്ങൾ പറയും, അതിനു മുമ്പുള്ള വിവാഹം. അതിന് നിങ്ങളുടെ സ്വാതന്ത്ര്യം ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ വൈഫിനും മാതാപിതാക്കൾക്കും അനുവാദം കൊടുത്തു. അവരെന്നെ അണിയിച്ച് ഭയങ്കരമായി സെറ്റപ്പാക്കി. അനങ്ങാൻ മേലാത്ത പരുവത്തിലാണ് ഞാൻ ഇരുന്നത്. എന്റെ കല്യാണം ആയപ്പോൾ ഞാൻ പച്ച കളറും മുണ്ടും നീല ഷർട്ടും അങ്ങനെ മുടിയൊക്കെ ഒന്നും ചെയ്യാതെ വളരെ റഫായി ഞാൻ അത് ഇപ്പോഴും ആളുകൾ പറയും. ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം എന്റെ ചേട്ടനെ കൊണ്ട് ഞാൻ ആശുപത്രിയിൽ മെഡിയോളയിലായിരുന്നു. എന്റെ ജ്യേഷ്ഠൻ ഒരു കിഡ്നി പേഷ്യന്റ് കൂടിയാണ്. അദ്ദേഹത്തിന് ഡയാലിസിസ് നടക്കുകയാണ്. ലാസ്റ്റ് 3 years ആയി. ട്രാൻസ്പ്ലാന്റിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, അനുജന്റേത്. അത് മേ ബി വിത്തിൻ 3 months വി ആർ പ്ലാനിങ് ബൈ ഗ്രേസ് ഓഫ് ഗോഡ്. അപ്പൊ ആ സമയത്ത് ചേട്ടനെ കാണാൻ വന്ന ഞങ്ങളുടെ ബന്ധു, വർഷങ്ങൾക്ക് അദ്ദേഹം പറയുകയാണ്, നിന്റെ കല്യാണം ഞാൻ ഓർക്കുന്നുണ്ട്, അതിനുശേഷം എപ്പോ കിട്ടിയാലും നിനക്ക് തരണം എന്ന് പറഞ്ഞ് ചെവിക്കലിനൊരാടി ഞാൻ കാത്തിരുന്ന, പക്ഷെ ഇപ്പൊ നീ പാസ്റ്ററായിപ്പോ അതുകൊണ്ട് തരുന്നില്ല. അപ്പൊ അത്രയ്ക്ക് റഫായിരുന്നു കല്യാണം. ഞാൻ അങ്ങനെ ഒരു വിരുദ്ധനായിരുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ സോക്കാൾഡ് ആയ പൊതുവേ പരാമർശിക്കപ്പെടുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഞാൻ പിടികൊടുത്തിട്ടില്ല. ഇന്നും ഇപ്പോഴും നമുക്ക് കർത്തൃ ദിവസം ഞായറാഴ്ച മാത്രമാണല്ലോ. അങ്ങനെ ഒരു സമൂഹത്തോടാണ് ഞാൻ പറയുന്നത്. പോട്ടെ, ഞങ്ങളുടെ UP യിലെ ചർച്ചിൽ അങ്ങനെയല്ല കേട്ടോ. ഞങ്ങളുടെ എല്ലാ ദിവസവും കർത്തൃ ദിവസമാണ്. കാരണം 600-ഓളം വിശ്വാസികളുണ്ട്. ഒരിടത്ത് കൂടി വന്നാൽ ഞങ്ങളെല്ലാം കൂടെ പിറ്റേ ദിവസം ഞങ്ങൾ ഗോരഖ്പൂർ ജയിലിലായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ 8 കെയർ സെല്ലുകളാക്കി ഡിവൈഡ് ചെയ്തു. എല്ലാ ദിവസവും ഞായറാഴ്ച ആരാധനയാണ്. പല സ്ഥലങ്ങളിലായി ഡിവൈഡ് ചെയ്താക്കി. ഞായറാഴ്ച ഒരല്പം 70 പേരടങ്ങുന്ന ചെറിയൊരു ഗ്രൂപ്പ് ചർച്ചിൽ ഇരിക്കും. ബാക്കി ഗ്രാമങ്ങളിലൂടെ എല്ലാ ദിവസവും അവിടെ ഞായറാഴ്ചയാണ്. കാരണം അങ്ങനെ പറ്റും. അത് ഗൾഫിൽ ചെല്ലുമ്പോൾ വെള്ളിയാഴ്ചയാണല്ലോ കർത്തൃ ദിവസം. പോട്ടെ, ഞാൻ വിമർശന ബുദ്ധി ഉപയോഗിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വിരുദ്ധനായി നിന്നതുകൊണ്ട് വിവാഹത്തോടനുബന്ധിച്ച് ഞാനിങ്ങനെ പറഞ്ഞു, ഇത്തരം രീതികൾ മതി. അതിനിപ്പോഴും എന്റെ ഭാര്യയ്ക്ക് പരാതിയും പരിഭവവും ഉണ്ട്. ഇങ്ങനെയാണോ ഒരു കല്യാണ ചെറുക്കൻ എന്ന്. അപ്പോ എന്നെ കല്യാണം നടത്താൻ വന്നവരെ വളരെ രസികനായ കെ ഒ തോമസ്, അദ്ദേഹം തിരുവല്ല പൈപ്പാടി ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിലെ സെൻട്രൽ മിനിസ്റ്ററാണ്. ഇപ്പോൾ ഐ തിങ്ക് തിരുവല്ല അടുത്ത് തന്നെ കുന്നുംഭാഗം അങ്ങനെ ഒരു ചർച്ച ശുശ്രൂഷയിലാണ് അദ്ദേഹമാണ്. ഞങ്ങൾ വളരെ സൗഹൃദത്തിലുമാണ്. അദ്ദേഹം വളരെ പ്രാസ നിബദ്ധനായ ഒരു മനുഷ്യനാണ്. എന്ത് പറഞ്ഞാലും കൂർക്കം വലിക്കുന്നത് പോലും അദ്ദേഹം പ്രാസത്തിലായിരിക്കും. കായിൽ പറഞ്ഞാൽ കായിലെ അവസാനം. മനോഹരമായ പ്രാസം. അദ്ദേഹം ഒരു വായനാ പണ്ഡിതൻ കൂടിയാണ്.
ഒത്തിരി പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട്. ഫാസ്റ്റർ കെ തോമസ്. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തെ കിട്ടിയാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ സരസനായ ഒരാളാണ്, എന്നാൽ വളരെ പ്രാർത്ഥനാ മനുഷ്യൻ കൂടിയാണ്. പ്രാർത്ഥനാ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വരും. അത് പിന്നീടും ഈ ദിവസങ്ങളൊക്കെ വരാറുണ്ട്. ഞങ്ങൾ എപ്പോഴും ഉണർന്നാലും ഉണരുമ്പോൾ ഇദ്ദേഹത്തെ പ്രാർത്ഥനയുടെ ഒച്ചപ്പാട് കേട്ടാണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നത്. ഒരു രക്ഷയില്ല. എന്നോട് ഒത്തിരി പേര് പറഞ്ഞു, എന്റെ പിന്നെ ഈ പുള്ളിയെ എവിടെ കിടന്നാലും ഒരു രക്ഷയില്ല. രാത്രി 2-3 മണിയപ്പോൾ പ്രാർത്ഥന ചാട്ടം മറിച്ച് ഭയങ്കര പ്രാർത്ഥനക്കാരൻ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു വാഴും അങ്ങനെ ഒരു മനുഷ്യനാണ്. എനിക്ക് വലിയ ആദരവുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് എന്റെ ഈ വെളിയൊക്കെ അറിയാവുന്നതുകൊണ്ട് പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അനുവദിക്കും. അങ്ങനെ അദ്ദേഹമാണ് വിവാഹം നടന്നത്. അതിനുശേഷം പ്രാർത്ഥനാപരമായ ആത്മീയമായ വളരെയേറെ വ്യത്യസ്തമായ ആത്മീയ കാഴ്ചപ്പാടുകളിലൂടെയും പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ നടക്കാൻ കർത്താവ് സാഹചര്യം ഒരുക്കി. കാരണം അങ്ങനെ ചില അന്തരീക്ഷങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പല പ്രസ്ഥാനങ്ങൾ ഞങ്ങൾ വിവാഹത്തിന് ശേഷം, ഞാൻ ആ സമയത്ത് മീഡിയ ബ്യൂറോ ചീഫ് ആയിട്ടില്ല, അന്ന് ജൂനിയർ ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് ആയിട്ട് കോഴിക്കോട് ജോലി ആയ സമയത്താണ് വിവാഹം. അതിനുശേഷം പ്രഗ്നൻസിയോടനുബന്ധിച്ച്, മൂത്തയാളുടെ പ്രഗ്നൻസിയോടനുബന്ധിച്ച് ഞങ്ങൾ പത്തനംതിട്ട ജില്ലയുടെ അടുത്തേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. CL തോമസ്, ഏഷ്യാനെറ്റിന്റെ ചീഫിലുണ്ടായിരുന്ന CL തോമസ് ആണ് എന്റെ ചീഫ്. ഞങ്ങൾ ക്രിസ്ത്യാനികളായതുകൊണ്ടായിരിക്കും, മുസ്ലിങ്ങളുടെ ചാനലാണ്, അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പോട്ടിയായിരുന്നു. ഞങ്ങൾ 2 ക്രിസ്ത്യാനികളെ അതിൻ്റെ അകത്ത് ഉള്ളൂ. അപ്പോ ഇപ്പൊ ഒത്തിരി പേരുണ്ട്. അപ്പോ ഞങ്ങൾ ഇച്ചിരി ഉടക്കൊക്കെ ആയിരുന്നു. എന്തായാലും എന്നെ പത്തനംതിട്ടയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പത്തനംതിട്ടയിൽ വന്ന് കർത്താവിന്റെ കൃപയാൽ പത്തനംതിട്ട ടൗൺ AG സ്പിരിച്വൽ പീസ് അതിനോട് കണക്ട് ചെയ്ത് പാസ്റ്റർ മാത്യു ജോൺ അദ്ദേഹത്തോട് നമ്മുടെ AGയുടെ മുൻ സൂപ്രണ്ടായിരുന്ന, ഐ തിങ്ക് ബദേൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ആയിരുന്ന ബാബു ജോർജ് സാറിന്റെ അനുജൻ മാത്യു ജോർജ് സാറിന്റെ കൂടെ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ കർത്താവ് കൃപയിൽ സഹായിച്ചു. ആ സമയത്ത് റിപ്പോർട്ടിംഗ് ഉണ്ട്, ജോലി ഉണ്ടപ്പോൾ തന്നെ ചർച്ചിൽ പോകും, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും, കസേര വിരിക്കുകയും മറ്റു കാര്യങ്ങൾ. അദ്ദേഹം ഒരു സിംഹം ആയിരുന്നു. ബാക്കി എല്ലാവർക്കും അദ്ദേഹം ഭയങ്കര പാശ്ചാത്യായിരുന്നു, പക്ഷെ ഞങ്ങളുടെ മുമ്പിൽ ഒരു സിംഹം ആയിരുന്നു. എല്ലാം വരവള്ളിക്ക് വേണം. ഒരു പട്ടാളച്ചിട്ടയായിരുന്നു. ഡിസോർഡർ ആയ എന്റെ കോളേജ് ജീവിതത്തിൽ പെട്ടെന്ന് ചാടി വന്ന ഒരു വ്യക്തി എന്ന സമയത്ത് എന്നെ തേച്ചു മിനിക്കാൻ കർത്താവ് കൊണ്ടെത്തിച്ച ഒരു ഈർച്ചവാളായിരുന്നു അദ്ദേഹം. എല്ലാം വരവള്ളി. എന്റെ വൈഫിന് വളരെ പേടിയായിരുന്നു. ചിലപ്പോൾ പേടിക്കും, വിറയ്ക്കും, കരയും. അങ്ങനെ കാരണം മിനിസ്ട്രിയിൽ അങ്ങനെ ഒരു മെന്റർഷിപ്പ് എന്തിനായിരുന്നു ഇയാൾ എന്ന് അന്ന് ചിന്തിച്ചു. പക്ഷെ ഇപ്പൊ എനിക്കറിയാം എന്തിനായിരുന്നു അദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഇപ്പൊ ഞാൻ എല്ലാം എന്ന് പറഞ്ഞാൽ എന്റെ മിനിസ്ട്രി, എനിക്ക് ഒരു ചെറിയ ജോലി കൂടിയുണ്ട്. ഞാനൊരു സ്കൂളിലെ പ്രിൻസിപ്പൽ കൂടിയാണ്. അവിടെയും എവിടെയും വളരെ വളരെ എന്താ പറയാ ഡിസിപ്ലിനറി ആക്ഷൻസ്, അതിനൊക്കെ പിന്നിൽ അന്നത്തെ ആ ഭയം ഇപ്പോഴും ഉണ്ട്. ഞങ്ങളെ അത്തരത്തിൽ വലിയ പണിഷ്മെന്റുകളിലൊക്കെ വിടുമായിരുന്നു മിനിസ്ട്രി. ഞാൻ ആ മേഖലയ്ക്ക് കയറുന്നു. അങ്ങനെ സ്പിരിച്വൽ ഫീസ്റ്റിൽ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ 2012 കർത്താവിന്റെ കൃപ ഒരുക്കി. അവിടെ നിന്ന് മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. സ്വതന്ത്രമായി നിന്നു. 2 തവണ പുറത്തു പോകാനുള്ള തീവ്ര ശ്രമം നടത്തിയപ്പോൾ റെജി പാണ്ടനാട് എന്ന ഞങ്ങളുടെ സഹശുശ്രൂഷകനും പ്രവാചകനുമായ AGയിലെ ശുശ്രൂഷകനാണ്. അദ്ദേഹം വന്നു ആലോചന പറഞ്ഞു, മടങ്ങിപ്പോയി അടങ്ങി പറക്കാം, മര്യാദയ്ക്കിരിക്കാൻ സമയം വരും, അതുവരെ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് എനിക്ക് തോന്നുന്നു സുനിയായി വന്ന ആലോചന കൈമാറുന്നു. ചിറക് അത്യാവശ്യം മുളപ്പിക്കുക എന്നത് ഇരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇരിക്കുക എന്നാവശ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഇരുന്നു. ഒരു വർഷം ഐ തിങ്ക് 3:21 അടക്കം ചില ഉപവാസ പ്രാർത്ഥനകളിലൂടെ ഞാനും വൈഫ് കണക്ട് ചെയ്ത ചില സുവിശേഷകർ ഉണ്ടായിരുന്നു. അന്ന് ഗ്ലോറിയസ് ഫയർ മിനിസ്ട്രീസ്, അന്ന് നമ്മുടെ ഫിന്നി സ്റ്റീഫൻ സാമുവലിന്റെ ഫയർ തീ കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോ സ്വാഭാവികമായി അതിനോടൊരു ആകർഷണം ചെറുപ്പക്കാരായ സുവിശേഷകർക്ക് സ്വാഭാവികമായി ഉണ്ടായി. ഞങ്ങൾക്കും അന്ന് ടോണി ബ്രദർ, ബിജി അഞ്ചൽ, ഐ തിങ്ക് റൈസൻ സാർ, പിന്നെ അങ്ങനെ തോമസ് കുട്ടി സാർ, തങ്കു സാർ, ഇങ്ങനെ അന്ന് വളർന്നു വന്ന, അന്ന് ശക്തരായി നിന്നിരുന്ന, ഐ തിങ്ക് 2004 മറ്റോ ആണ് എവലിബി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിന്റെ ലീഡേഴ്സുമായി ബന്ധപ്പെട്ടു അങ്ങനെയുള്ള ഒരു കണക്ഷൻ. അങ്ങനെ ഒരു പാസ്റ്റേഴ്സ് കോൺക്ലേവ് കോട്ടയത്ത് വിളിക്കുന്നു. അതിലൊക്കെ അംഗത്വം എടുക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു സുവിശേഷ കൺസെപ്റ്റിലേക്ക് വന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച ഒട്ടേറെ അഭിഷക്തരുണ്ട്. ഇന്ന് പല വിദേശ രാജ്യങ്ങളിൽ പവർഫുൾ ആയി. എനിക്ക് തോന്നുന്നു KK രഞ്ജിത്ത് അടക്കം. കോട്ടയം യൂത്ത് പ്രയർ ഫെലോഷിപ്പ് എന്ന ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിരുന്നു പാസ്റ്റർ ബോവസ്. ഇന്ന് ഞാൻ പേര് എടുത്ത് പറയുന്നെങ്കിൽ ഞങ്ങളൊക്കെ കൂട്ടുകാരായതുകൊണ്ടാണ്, ആരും അതിൽ വിഷമിക്കരുത്. ബോവസ്, കെനസ്, അതുപോലെ ഗ്ലാഡ്സൺ, പ്രദീപ്, ജിബിൻ, ഷിബിൻ, അതുപോലെ രഞ്ജിത്ത് സാറ്, ഞങ്ങളുടെ സീനിയർ ആയിട്ട് പോൾ സോമരാജ് സാർ, അതുപോലെ അനിസൻ സാമുൽ, ആ ഒരു ചാമിയുടെ പ്രദർശിപ്പുമായി ബന്ധപ്പെട്ട് കോട്ടയത്താണ് മുണ്ടക്കയത്താണ് താമസിച്ചത്. അപ്പൊ ഇങ്ങനെ പലയിടങ്ങളിലൂടെ മിനിസ്ട്രിയിൽ യാത്ര ചെയ്യുകയും കർത്താവിന്റെ കൃപയാൽ പോയ ഇടങ്ങളിലൊക്കെ കർത്താവ് എന്തോ വലിയ കൃപയാൽ നിറയ്ക്കുകയും ഒരിടത്തു പോലും ഒരു പഴിയോ ഒരു വിവാദമോ ഉളവാകാൻ അനുവദിക്കാതെ കർത്താവിന്റെ കൃപയാൽ
എല്ലായിടത്തും 0% വേസ്റ്റേജ്, എല്ലായിടത്തും കർത്താവ് തന്റെ കൃപയാൽ നിറയ്ക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധങ്ങളായ വീര്യപ്രവൃത്തികളും ചെയ്തു. പ്രകടമായ അടയാളങ്ങൾ, എന്തിനധികം ഒരൊറ്റ സാക്ഷ്യം മാത്രം പറയാം. കഥയല്ലത് ജീവിതം എന്ന അമൃത ടിവിയിൽ പ്രോഗ്രാമിൽ വന്ന ഒരു ഫാമിലി, തകർന്നു പോയ ഒരു ഫാമിലി, കൃപയ ഞങ്ങളുടെ കൂടെ വന്നു. അവരെ പ്രാർത്ഥിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. വലിയ ജീവിതത്തിന്റെ തകർച്ചകളെ കുറിച്ച് പറയാൻ കഴിയാത്ത അത്ര മ്ലേച്ഛമായ ജീവിതത്തിലൂടെ പോയവരാണ്. ചേർത്ത് വന്നു. ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഗൾഫിൽ ജോലിയിലായിരിക്കുന്നു. അന്ന് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ, പാസ്റ്ററെ, എനിക്കൊരു മാറ്റം വന്നാൽ ഞാൻ പാസ്റ്റർക്ക് ഒരു പള്ളി പണിയിച്ചു തരും എന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളിയെ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത് വേറൊരു വശം. അങ്ങനെ ഒത്തിരി പുള്ളിക്കാരന്മാരുടെ അനുഭവങ്ങളിലൂടെയാണ് നടന്നു വന്നിട്ടുള്ളത്. കാരണം പറഞ്ഞ വാഗ്ദത്തം ചെയ്ത ആരും വിശ്വസ്തരല്ല. വിശ്വസ്തൻ നമ്മുടെ കർത്താവ് മാത്രം. കർത്താവ് അല്ലാതെ വേറെ ആരും വിശ്വസ്തർ അല്ല. കർത്താവിന്റെ കൃപയാൽ ഇന്നും നടത്തുന്നു. അങ്ങനെ സ്വതന്ത്രമായ ഒരു മൂവ്മെന്റ് ആരംഭിക്കണം എന്ന് മനസ്സുകൊണ്ട് കർത്താവിനോട് പറയുകയും ചെയ്തതനുസരിച്ച് 2018 കോവിഡിനും നമ്മുടെ പ്രളയത്തിനും തൊട്ട് മുൻപ് 2018 കട്ടപ്പനയിൽ താമസിക്കുന്ന സമയം, ആ സമയത്ത് സ്വാഭാവികമായി പോകേണ്ട ഒരു സാഹചര്യം, മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. വൈഫിന്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നു. ഞങ്ങളുടെ അമ്മച്ചി വളരെ ചെറിയ മാസങ്ങൾക്കകം മരണപ്പെടുകയും ചെയ്തു. അപ്പൊ ഞങ്ങൾ അവിടെ പോകേണ്ടി വന്നു. പിതാവ് തനിയായ അദ്ദേഹം ഒരു പിതാവാണ്. ജോസഫ് അദ്ദേഹം ഒരു ശുശ്രൂഷകനായിരുന്നു. ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിന്റെ ദീർഘവർഷങ്ങളായ ഒരു സുവിശേഷകൻ കൂടിയായിരുന്നു. വളരെ സമർപ്പണമുള്ള, പരസ്യോഗത്തിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന എന്റെ അപ്പനും എന്റെ വൈഫിന്റെ അപ്പനും അവരൊരുമിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ചില ഫണ്ണി വേർഡ് പറയുമായിരുന്നു. പാച്ചു ഗോപാൽ മൈക്ക് കിട്ടിയ പിന്നെ രണ്ടുപേരും ഒറ്റ ഓട്ടമാണ്. രണ്ടുപേർക്കും ശരീരത്തിന് വലിയ അച്ചയ്ക്ക് ചെങ്കിന് ചെറിയ പ്രശ്നമുണ്ട്, ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ട്, പപ്പായ്ക്ക് നടക്കാൻ വയ്യ, സന്ധിവാദമാണ്. പക്ഷെ രണ്ടുപേരും ഒത്തിയും ചാടി എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി നിന്ന് സുവിശേഷം പറയാതെ ശ്വാസം വിടുന്ന ആളുകളല്ല. അതൊരു വലിയ ഭാഗ്യമാണ്. കാരണം അങ്ങനെ ഒരു പിതാക്കാരുടെ മക്കളായി നിൽക്കുന്നു എന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിനും ശാരീരികമായ ആവശ്യത വരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മടങ്ങി പോകേണ്ടി വന്നു. കട്ടപ്പനയിൽ ഒരു ചെറിയ ചർച്ച് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ചെറിയൊരു കൂട്ടായ്മ, ഒട്ടേറെ വിടുതലുകൾ അവിടെ നടത്തി. ഒത്തിരി വിടുതലുകൾ, ഏതാണ്ട് വിവാഹം കഴിഞ്ഞ് 7-8 വർഷമായ ആളുകൾക്ക് വരെ കുഞ്ഞുങ്ങളില്ലാതിരുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും വലിയ ശാരീരിക സൗഖ്യങ്ങൾ, വലിയ മാറ്റങ്ങൾ, രോഗസൗഖ്യങ്ങൾ, കുടുംബ തകർച്ചകളിൽ നിന്ന് വിടുതലുകൾ, ഡ്രഗ്സ് അഡിക്റ്റ്, അങ്ങനെ ഒത്തിരി എണ്ണി പറഞ്ഞാൽ ഒത്തിരി എടുത്ത് സുദീർഘമായി പറയാവുന്ന ഒത്തിരി വിടുതലുകളുണ്ട്, ഒത്തിരി രോഗസൗഖ്യങ്ങളുണ്ട്, ഒത്തിരി ആശ്വാസങ്ങളോട് വന്നു. എന്നാൽ അതോടൊത്ത് അനേക കഷ്ടങ്ങളിൽ കൂടി, കാരണം വചനം പറയുന്നു, നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ സഹോദരന്മാരെ ഉറപ്പിച്ചു. കാരണം നമ്മൾ സ്വാഭാവികമായി അല്പം ചഞ്ചലിച്ചു പോകും. എത്ര തീയറൊക്കെ ഏലിയാവാണെങ്കിലും ഒരല്പം സമ്മർദ്ദം നമുക്ക് വന്നു പോയാൽ മതി യഹോവേ എന്ന് പറയുന്ന മുൾച്ചെടികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഞാൻ ഇത്ര വലിയ പ്രസംഗം പ്രസംഗിച്ചിട്ട് ഇത്ര വലിയ വേദി കയറിയിട്ട് എനിക്കിതാണോ കർത്താവിനൊന്നുമില്ല. അതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ജീവിതയാത്രയുടെ ഭാഗമാണ്. അതൊന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഉണ്ട്. അതൊക്കെ വെറും ഇന്ന് രാവിലെ ഉണ്ടാവുന്ന പൂവ് വൈകിട്ട് വാടിപ്പോകുന്നത് പോലെയുള്ളൂ. അത് കഴിഞ്ഞും ഏലിയാവ് യാത്ര ചെയ്തു. അത് കഴിഞ്ഞും തന്റെ നിയോഗത്തെ വെളിപ്പെടുത്തി തന്റെ ഇരട്ടി അഭിഷേകമുള്ളയാൾ തെരഞ്ഞെടുത്താക്കി വെച്ച് ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹം യാത്രയാവുന്നത്. ഇതിപ്പോ ഇരട്ടി എന്നൊക്കെ പറഞ്ഞാൽ വിഷമമായിരിക്കും, പകുതി ഒക്കെ മതിയായിരിക്കും. കാരണം എന്നെക്കാൾ ഇരട്ടി ശക്തിയുള്ള ഒരാളെ ഞാൻ ഉണ്ടാക്കിയെടുക്കാന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ചങ്കുപൊട്ടുന്ന വിഷമമായിരിക്കും. പക്ഷെ ഏലിയാവ് അങ്ങനെയല്ല. തന്റെ ഇരട്ടി ചെയ്യുമെന്ന് ഉറപ്പുള്ളവരെ കൂടെ കൊണ്ട് നടത്തി. അങ്ങനെ അതാണ് മിനിസ്ട്രി എന്നാണ്. പ്രിയ മകനായ തിമോഥെയോസ്, അസിസ്റ്റന്റ് അല്ല, ജൂനിയർ അല്ല, പ്രിയ മകനായ തിമോഥെയോസ്. അതാണ് സുവിശേഷത്തിന്റെ ലൈഫ്, അതാണ് കർത്താവിന്റെ രീതി. അങ്ങനെ വേണം. അത് തന്നെയാണ് എന്റെയും സാക്ഷ്യം. ഞാനും അങ്ങനെ വന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാം ഞാൻ എങ്ങനെ ചെയ്യണമെന്ന്. ഞാനും എന്റെ കൂടെയുള്ള സുവിശേഷകരെയും അങ്ങനെയാണ്. എന്റെ കീഴിലുള്ള ആളല്ല, എന്റെ കൂടെയുള്ള ആളാണ്. ഇങ്ങനെയാണ് മിനിസ്ട്രി ചെയ്യുന്നത്. ഞങ്ങളുടെ സ്നാനത്തിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ സ്ഥലം തൽക്കാലം പറയുന്നില്ല. ഞങ്ങളുടെ ചർച്ച ചില പ്രതിസന്ധികളിലാണ്. കഴിഞ്ഞ ലാസ്റ്റ് 3 years വലിയ പ്രതിസന്ധികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ചാണ്. 3 തവണ നമ്മുടെ ചർച്ചിൽ റെയ്ഡ് നടന്നു. 400ഓളം കിലോ ധാന്യം, അത് അരിയായിട്ടും കടുകായിട്ടും ഗോതമ്പായിട്ടും ഒക്കെ എടുത്തുകൊണ്ട് പോയി. പൊതുവെ പിടിച്ചുകൊണ്ട് പോയാൽ തിരിച്ചു കൊണ്ടുവരാണ് പതിവ്. ഇത്തവണ അവരത് തൊണ്ടി മുതലാക്കിയാണ് എഴുതിയത്. സാധാരണ റെയ്ഡ് ചെയ്തുകൊണ്ട് പോകും. ഇത്തവണ അത് തൊണ്ടി മുതലാക്കി. കാരണം ഇത് കൊടുത്ത് ഗ്രാമവാസികളെ മതം മാറ്റാൻ വേണ്ടി ഞങ്ങൾ വാങ്ങിച്ചു സൂക്ഷിക്കുന്നു. ഇതൊരു ഗോഡൌൺ എന്ന തരത്തിൽ, ചർച്ച എന്ന തരത്തിലല്ല, അതൊരു ഗോഡൌൺ എന്ന തരത്തിലാണ് അവർ FIR റിപ്പോർട്ട് എഴുതിയത്. അതുകൊണ്ട് തന്നെ എന്താ പറയാ,
അല്പം പ്രതിസന്ധിയിലൂടെയാണ് ചർച്ച പോകുന്നത്. നമ്മുടെ ചർച്ചിലെ പാസ്റ്റർ വൈഫിനെ, നമ്മുടെ വർഷിപ്പ് ലീഡറെ, സെക്രട്ടറിയെ ഒക്കെ അറസ്റ്റ് ചെയ്തിരുന്നു. അവർ പിന്നെ തദ്ദേശീയരാണ്. മലയാളികൾ എന്റെ കൂടെ മിനിസ്ട്രിയിൽ ആരും ഇല്ല, തദ്ദേശീയരാണ്, അവിടുത്തുകാരാണ്. അതുകൊണ്ട് ഇപ്പൊ ഓക്കെ, കാരണം അവിടുത്തെ ഭോജ്പുരിയാണ് ഭാഷ. അവർ ഭോജ്പുരി സംസാരിക്കുന്നു. ഞാൻ ഇനി എത്ര നന്നായി ഭോജ്പുരി സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാവും ഐ എം ഫ്രം കേരള, അതർവൈസ് സൗത്ത് ഇന്ത്യ. എന്റെ ഫേസ് കണ്ടാലേ അവർക്ക്. പക്ഷെ അവര് ശുശ്രൂഷയിലും നമ്മുടെ കൂടെ ഉള്ളവരും ഒക്കെ അവിടുത്തുകാരായതുകൊണ്ട് അവിടുത്തെ പോലീസിനോട് അല്പം കയർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അല്പം കൂടി നമുക്ക് ആനുകൂല്യം അവിടെ കിട്ടുന്നുണ്ട്. എങ്കിലും പലതവണ റെയ്ഡുകൾ, പലതവണ അറസ്റ്റുകൾ. ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലായി. ഞാൻ എന്റെ സുശേഷനെ വിളിച്ച്, എന്റെ ചർച്ചിലെ ആളെ വിളിച്ച് ഇവിടെ ട്രിവാൻഡ്രത്തും കോട്ടയത്തും പലയിടങ്ങളിൽ ചർച്ചിൽ കൊണ്ടുവന്നു. നമ്മുടെ കെ സി തോമസ് സാറിന്റെ ചർച്ചിൽ, അതുപോലെ പല കൂട്ടായ്മകളിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി. നമ്മുടെ മാറാനാഥ ഗോസ്ബൽ ചർച്ചിൽ, അതുപോലെ ഗ്യാപ് റീച്ചിൽ, അങ്ങനെ പ്രധാനപ്പെട്ട കൂട്ടായ്മയിലൊക്കെ ചെന്നു. എന്താ പറയാ, ഈ പറഞ്ഞ വലിയ വാഗ്ദാനങ്ങൾ, ഞാനൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് വാഗ്ദാനത്തിന്റെ വാക്ക് എനിക്കറിയാം. വാഗ്ദാനങ്ങളൊക്കെ നൽകി, മോഹന വാഗ്ദാനം നൽകി എല്ലാവരും നമ്മൾ കളിപ്പിച്ചു എന്നതിലുപരി നമ്മുടെ ചർച്ചിന് വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നു. അതെന്റെ ഒരു തോന്നലായിരുന്നു. നമ്മൾ ചർച്ചിലെ പാസ്റ്ററെ കൊണ്ടുവന്ന് അവിടുത്തെ അവസ്ഥകളൊക്കെ പറഞ്ഞ. പക്ഷെ ഇവിടെ അപ്പോ കൗൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഭാഗമായിട്ടുള്ള ഇടപാടും പരിപാടിയൊക്കെ ആയതുകൊണ്ട് അതിനിടയിൽ സമയം കിട്ടത്തില്ല. അവർക്ക് ഭയങ്കര തിരക്കാണ്. നമ്മുടെ സുവിശേഷകരെ അന്വേഷിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഈ ജാമ്യം എടുക്കാണ്ട് കുറച്ച് അങ്ങനെ പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഷിബു തോമസ് പ്രോസിക്യൂഷൻ റിലീഫ് ഒട്ടേറെ ഹെൽപ്പ് ചെയ്തു. വളരെ നന്ദിയോടെ ആ വ്യക്തി ഓർക്കുന്നു, ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അതുപോലെ ബിനോ തോമസ്, ഖലീലാബാദിലെ പ്രോസിക്യൂഷൻ റിലീഫിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന ബിനോ തോമസ് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. നന്ദിയോടെ ഓർക്കുന്നു. കർത്താവ് അഭിഷേകരെ ഉപയോഗിക്കുന്നുവല്ലോ പല മേഖലയിൽ. സോ അങ്ങനെ പ്രതിസന്ധിയൊക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് സ്നാനങ്ങളൊക്കെ നടക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. നമുക്ക് സ്വന്തമായി എന്താ പറയാ ബിൽഡിംഗിൽ സ്വന്തമായി സ്ഥലമില്ലായിരുന്നു. ഇപ്പോൾ സ്ഥലമുണ്ട്, കൃപയാ ഞാൻ പറയാം. അങ്ങനെ പ്രാർത്ഥനയാൽ, കർത്താവിന്റെ കൃപയാൽ അങ്ങനെ എന്താ പറയാ അനുഗ്രഹിക്കപ്പെട്ട 22 സെന്റ് സ്ഥലം കർത്താവ് നമുക്ക് തന്നു. ഒരു 8 സെന്റ് സ്ഥലം കൂടി വേണം. യുപിയുടെ നിയമം അനുസരിച്ച് 30 സെന്റ് സ്ഥലമെങ്കിലും ഒരു ചർച്ചിന് വേണം. എങ്കിലും നിയമ തടസ്സങ്ങളുണ്ട്. നിലവിൽ നമ്മൾ അവിടെ കുട്ടിപ്പില്ലർ അടിച്ച് സ്ഥലം വാങ്ങി, അതിര് കെട്ടി കുട്ടിപ്പില്ലർ അടിച്ച് ഏതാണ്ട് പില്ലർ അടിച്ച് നിർത്തിയിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ, ബേസ്മെന്റ്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രാർത്ഥനയിലും പ്രവർത്തനങ്ങളിലുമാണ്. നിങ്ങളുടെ എവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. അനിൽകുമാർ എന്നാണ് അവിടുത്തെ പാസ്റ്റർ പേര്. ഭാരതി എന്ന അവിടുത്തെ ഒരു ട്രൈബിന്റെ ഭാഗമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് അല്പം കൂടി ക്രെഡിബിൾ ആയി സംസാരിക്കാൻ കഴിയും. ബുദ്ധ കൺസെപ്റ്റുള്ള ആളുകളാണ് കാസ്റ്റ് ഓൾമോസ്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രതിസന്ധി വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ജാംഡി എന്ന ഗ്രാമത്തിലേക്ക് നമ്മളുടെ സ്ഥലം മാറ്റി. ആ ജാംഡിയിൽ അല്പം ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ ഏവരെയും വിലയേറിയ പ്രാർത്ഥന ചോദിക്കുന്നു. ജാംഡി എന്ന പേര് ഞാൻ പറയാൻ കാരണം ഉത്തർപ്രദേശിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ജാംഡി ഉണ്ട്. അതുകൊണ്ട് അത് പിടിക്കാൻ പറ്റത്തില്ല എവിടെയാണ് അത്. അതുകൊണ്ട് ഒക്കെ പറഞ്ഞതാണ്. സോ എന്തായിരുന്നാലും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിക്കുന്നു. ജയ് യേശു സത്സംഗ് എന്നാണ് നമ്മുടെ അവിടുത്തെ ചർച്ചിന്റെ പേര്. ക്രൈസ്റ്റ് വിഷൻ മൂവ്മെന്റ് എന്ന അടിയങ്ങളുടെ മൂവ്മെന്റിനോട് ചേർത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞ 7 വർഷമായി മൂവ് ചെയ്യുന്നു. കഴിഞ്ഞ 6.5 വർഷം കൊണ്ട് ഏതാണ്ട് 600ഓളം ആളുകളിലേക്ക് കർത്താവ് മിനിസ്ട്രിയെ വളർത്തി. ഒട്ടേറെ സ്നാനങ്ങൾ നടത്തി. സ്നാനം നടത്തുന്ന അമ്പലക്കുളത്തിലാണ്. അത് വെറുതെ പറയുന്നതല്ല, അമ്പലക്കുളത്തിൽ. ഏതാണ്ട് 23 കിലോമീറ്റർ ദൂരെ രാത്രി 2:30-1 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പോയി ഒരു അമ്പലത്തിന് പോകും. അവിടെ ആരും വരുന്ന അമ്പലമാണ്. ശവങ്ങൾ ദഹിപ്പിക്കാനുള്ള ഒരു സ്ഥലം കൂടി, ക്രമറ്റോറിയൊക്കെ താൽക്കാലികമായുണ്ട്. അതുകൊണ്ട് അവിടെ ആരും വരത്തില്ല. അവിടുത്തെ ഗ്രാമവാസികൾക്ക് ഭൂതത്തെ ഭയങ്കര പേടിയാണ്. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഭൂതങ്ങളായി മാറുമെന്നാണ് അവർക്ക് വിശ്വാസം. അപ്പൊ ഞങ്ങൾക്ക് അതുകൊണ്ട് ആശ്വാസമാണ്. മൊബൈലിന്റെ ടോർച്ച് പോലും തെളിക്കാതെ മുട്ടപ്പം ചേർന്നത്. കാരണം പകൽ അമ്പലപ്പൂത്തും എല്ലാം വന്ന് കുടിക്കുകയും കിടക്കുകയും ചെയ്യുന്നു. അതിനകത്ത് നിന്നാണ് ഞങ്ങളുടെ സ്നാനം. ഇത്രയും ആളുകളെ സ്നാനപ്പെടുത്തിയത് അങ്ങനെയാണ്. കർത്താവ് സ്നാനക്കുളമൊക്കെ തരും. ഞങ്ങൾ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. അനേക കഷ്ടങ്ങളിൽ കൂടി കടന്നു. അടിയൊക്കെ നല്ല മാന്യമായി കിട്ടിയിട്ടുണ്ട്. കാരണം ഇവിടെ ആവശ്യമില്ലാത്തെല്ലാം കൊടുത്തതെല്ലാം കർത്താവ് അവിടെ പകരം കിട്ടിയാൽ. അതുകൊണ്ട് കർത്താവിനോടും പരിഭവമില്ല. കാരണം അവൻ ആർക്കും കടക്കാരനല്ലെന്ന് നമ്മൾ ചിക്കു ബ്രദർ പാടിയല്ല. കർത്താവ് എന്നോടും കണം കാണിച്ചില്ല. ഇവിടെ ആവശ്യമില്ലാതെ അടി കൊടുത്തതിനല്ല, അവിടെ ആവശ്യത്തിന് അടി എനിക്ക് തന്നിട്ടുണ്ട്. രാജസ്ഥാനിലെ ജമ്മു രാംഘട്ടിൽ നിന്ന് പാസ്റ്റർ ഹനുമാൻ സ്വാമി, എന്റെ ഒരു സുഹൃത്ത് പാസ്റ്റർ കൂടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് 3 കിലോമീറ്റർ ആണ് ഓടിയത്. അന്ന് വിലയേറിയ ഒരു ഷൂസ് കൂടെ പോയി. എനിക്ക് ഷൂസ് ഒരു വീക്ക്നെസ് ആണ്, കർത്താവിന് അതറിയാം. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവിന് വേണ്ടി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വഴിയിൽ പിടഞ്ഞു തീരുക എന്ന ആഗ്രഹത്തിന് വേണ്ടി നടക്കുന്നു. തമിഴിലൊരു പാട്ടുണ്ട്, വായ്താൽ ഉന്നോട് താൻ ഇരുന്നാലും ഇരുന്നാലും
പോയാലും കർത്താവിന്റെ മിനിസ്ട്രിയിൽ ഇവിടെ കുടുങ്ങി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എത്ര നാളിരിക്കുന്നു. എന്തായാലും ഞാൻ അങ്ങനെ മരിക്കണമെന്ന് ആഗ്രഹിക്കുകയും പറയുകയും ചെയ്ത ആളാണ്. ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും നിന്റെ വഴിയിൽ നിന്ന് മാറി അഹങ്കാരം അകത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് നിനക്കറിയാലോ, എനിക്കല്ലേ അറിയത്തില്ല. അറിയാൻ തോന്നിയാൽ ഒരു സെക്കൻഡ് മുമ്പേ നമ്മളെ തീർത്തരെ കൊണ്ടുപോകും. കൃപയിൽ നിൽക്കുമ്പോൾ വിളിക്കണം എന്നൊരു പ്രാർത്ഥന കർത്താവിനോട് പ്രാർത്ഥിച്ച് നിൽക്കുന്നു. മിനിസ്ട്രിയിൽ വളരെ സമർപ്പണത്തോടെ വന്ന ഒരു ചെറിയ കാലഘട്ടത്തിന് ശേഷമാണ് എന്താ ഈ UP-യിലെ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അവിടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ കൂടിയാണ്. ചുമതലാ ബോധത്തോടു കൂടി മിനിസ്ട്രിയെ വർക്കൗട്ട് ചെയ്യണമെന്ന് പരിപൂർണ ആഗ്രഹത്തോടെ ആയിരിക്കും ഞാൻ. എന്റെ വൈഫിന്റെ മിനിസ്ട്രി ട്രിവാൻഡ്രത്ത് ക്രൈസ്റ്റ് വിഷൻ മൂവ്മെന്റിന്റെ ഒരു ചർച്ച് ട്രിവാൻഡ്രം ടൗണിലുണ്ട്. നിങ്ങൾക്ക് ആർക്കും കടന്നു വരാം. നിങ്ങളുടെ ഈ ലൈവ് പിന്നീട് കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽസിൽ ഒരുപക്ഷെ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ അവൈലബിൾ ആയിരിക്കാം. ഐ ഡോണ്ട് നോ അബൌട്ട് ദി ക്രൈറ്റീരിയ ഓഫ് ദിസ് ലോ മെറ്റീരിയൽ വാട്ട് എവർ ദാറ്റ് ഐ ജസ്റ്റ് നീഡ്. ആൻഡ് ആര് വന്നാലും ട്രിവാൻഡ്രത്ത് നിങ്ങൾക്ക് ഇൻകേസ് മറ്റെന്തെങ്കിലും ആവശ്യമായിട്ടാണെങ്കിലും ഒരു ദിവസം തങ്ങാൻ നിങ്ങൾക്ക് ലോഡ്ജ് എടുക്കണമെന്നില്ല. ദൈവമക്കളാണെങ്കിൽ അഭിഷക്തരാണെങ്കിൽ നിങ്ങൾക്ക് വരാം. ട്രിവാൻഡ്രം ടൗൺ അടുത്ത് തന്നെ വടയിലയിലാണ് താമസം. കർത്താവിന്റെ കൃപയാൽ സമാധാനത്തോടെ പോകുന്നു. മലേഷ്യയിൽ കുറച്ചുനാൾ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. നേപ്പാളിൽ കുറച്ചുനാൾ ഉണ്ടായിരുന്നു. പലയിടങ്ങളിലെ കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കർത്താവ് സമർപ്പണത്തോടെ കർത്താവിന്റെ വേല ചെയ്യാൻ എന്നെ നിയോഗിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപ. ഈ മനോഹരമായ പ്ലാറ്റ്ഫോമിൽ അരോമ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. അത് ഗിലയാദിലെ അത് സൗരഭ്യമാണ്. അത് ഭാരതമല്ല, ലോകം മുഴുവൻ വരത്തക്കവണ്ണം അഭിഷേകനെ വരക്കത്തക്കവണ്ണം ബ്രഡാകത്തക്കവണ്ണം അഭിഷേകത്തിന്റെ ശുശ്രൂഷകൾ കർത്താവ് മാനിക്കട്ടെ, സാധാരണമായി ഉയർത്തട്ടെ. അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും കർത്താവിന്റെ വിലയേറിയ ആ മഹത്വമേറിയ വിളിയിലേക്ക്, നിയോഗത്തിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. വിളിയില്ലാത്ത ആരും ഭൂമിയിലില്ല. നിനക്ക് വിളിയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ നുണ പറയും. വിളിയുണ്ട്, അത് കണ്ടെത്തുവാൻ, തിരിച്ചറിയാൻ, ആ വിളിക്കകത്ത് നിൽക്കുവാൻ. മറ്റൊരുവന്റെ വിളിക്കകത്ത് കയറി മൈക്ക് പിടിച്ചു വാങ്ങുന്ന ആ സ്റ്റേജ് മാനിയ ഒഴിവാക്കിയ കേരളം എത്രയോ നല്ലതായിരുന്നു. അവനവന്റെ വിളിക്കകത്ത് നിൽക്കുക. അവനവന്റെ കോളിങ്ങിന്റെ അകത്ത് കർത്താവ് സഫീഷ്യന്റ് ആണ്. പിന്നെ എന്തിനാണ് നമ്മൾ മറ്റൊരു കസേര തട്ടിപ്പറിക്കുന്നത്? കർത്താവ് എല്ലാം അവൈലബിൾ ആണ്. കർത്താവ് എല്ലാം തരും. സോ ഞാൻ ആത്മാവിൽ ഒറ്റ വാക്കുകൂടി പറയുന്നു, കൂടുതലൊന്നും പറയുന്നില്ല, ഒറ്റ വാക്കുകൂടി പറയുന്നു. എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന, നമ്മുടെ തോന്നലല്ല, നമ്മുടെ പഠിപ്പല്ല. ഞാൻ PhD കാരനാണ്, പക്ഷെ എന്റെ ഡിഗ്രിയോ എന്റെ ഇതൊന്നും പറയാനല്ല. പൗലോസ് പറഞ്ഞു, എല്ലായിടത്തും കർത്താവിന്റെ പരിജ്ഞാനത്തിന്റെ അരോമ അത് വെളിപ്പെടുത്തുക. ഇതാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒത്തിരി പഠിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം കുടഞ്ഞിടാനുള്ള വേദിയല്ല നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ. നാം ഒത്തിരി അറിഞ്ഞിട്ടുണ്ടാവും. ഇതെല്ലാം ഛർദ്ദിക്കാനുള്ള സ്ഥലമല്ല. എനിക്ക് ഒത്തിരി ദേഷ്യവും കലിപ്പും അതും ഇതൊന്നും ഇറക്കിയിടാനുള്ള സ്ഥലമല്ല. മിനിസ്ട്രി റലം എന്നത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ, കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രി മീൻസ് അന്ന് രാത്രിയിൽ അവിടെ ഇല്ലാത്ത മനുഷ്യൻ, അവിടെ ഉണ്ടായിരുന്ന പത്രോസ് എഴുതിയിട്ടില്ല, അവിടെ ഉണ്ടായിരുന്ന യോഹന്നാൻ എഴുതിയിട്ടില്ല, അവിടെ ഇല്ലാതിരുന്ന പൗലോസ് ആത്മാവിലിരുന്ന് പ്രാർത്ഥിച്ച കർത്താവ് ഇറക്കി കൊടുത്ത വെളിപ്പാടാണ്. അവൻ അപ്പമെടുത്ത് വാഴ നുറുക്കി സ്തോത്രം ചെയ്തു കൊടുത്തു. സോ കർത്താവിൽ നിന്ന് പ്രാപിക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. അതല്ലാതെ ഒന്നും സക്സസ് ആവില്ല. ഇനി എന്തൊക്കെ നീ മാനിപ്പുലേറ്റ് ചെയ്താൽ, കാരണം ഇത് ചലിപ്പിക്കേണ്ടത് പരിശുദ്ധാത്മാവ്, നമ്മളല്ല, നമ്മുടെ ബുദ്ധിയല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ ഡിഗ്രി അല്ല. ഇതൊക്കെ വേണമായിരിക്കും, വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല, ഇതൊക്കെ വേണം. പക്ഷെ അതല്ല നമ്മളെ മുന്നിൽ നയിക്കേണ്ടത് കർത്താവാണ്. ഏൽ മുന്നിലും പിന്നിലും കർത്താവിനെ അണിനിരത്തിയ ഒരു ഇസ്രായേലിന് ഇതുവരെ പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല. അത് പരാജയപ്പെടുകയില്ല. യാക്കോബിന് അത് നന്നായി അറിയാം. ഏൽ കർത്താവിന്റെ പര്യായമാണ്. മുന്നിലും പിന്നിലും കർത്താവട്ടെ, താഴെയും മുകളിലും കർത്താവാകട്ടെ. നമ്മുടെ സംഭാഷണം, നമ്മുടെ പെരുമാറ്റം, സൗഹൃദം, ശുശ്രൂഷ സർവ്വതിനും കവർ ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. എന്റെ അവശേഷിക്കുന്ന സമയം അവസാനിക്കുന്നു എന്നാൽ ഞാൻ കരുതുന്നു. വളരെ വേഗം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. കർത്താവിന്റെ കൃപയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശക്തമായ ശുശ്രൂഷയുടെ പിന്നണി പോരാളിയായി മുന്നണിയാകാൻ ഇതുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും അതിന്റെ വേദനയിലാണ്. ഭാരതത്തിൽ ഒരു പിന്നണി പോരാളിയായി നിൽക്കുവാൻ കർത്താവ് എന്നെ കൃപ തന്ന് നിർത്തുന്നു. നിങ്ങൾ ഏവരുടെയും വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ എവിടെയെങ്കിലും വരും ഒരൊറ്റ വാക്കിൽ സൽസൺ പാസ്റ്റർ കുടുംബത്തെയും മിനിസ്ട്രി അനുഗ്രഹിക്കണമേ എന്ന ഒരു വാക്കിലെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ എത്ര സമ്മർദ്ദത്തിലാകുമ്പോൾ എന്നെ പിടിച്ചു നിർത്തുന്നത് അനേകരുടെ പ്രാർത്ഥനയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്. പൗലോസും പറയുന്നു, എന്തിന്? വീണ്ടും പോലെ വചനം
തോന്നും പോലെ വചനം പറയാൻ ആരുടെയും പ്രാർത്ഥന വേണ്ട. വീണ്ടും പോലെ വചനം വരണമെങ്കിൽ അനേകരുടെ പ്രാർത്ഥന വേണം. സോ നല്ലൊരു പ്രാർത്ഥന ജീവിതം നിങ്ങൾക്കുണ്ടാവട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയും ആ പ്രാർത്ഥന ജീവിതത്തിൽ ഒരു പൊസിഷൻ ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത്തരം ഒരു വേദി എനിക്കും എന്റെ പ്രിയ ആ, ആ, അഭിഷേക്തയ്ക്കും തന്ന പ്രിയ സാറിന്, കുടുംബത്തിന്, അരോമ ടിവിക്ക് എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവിധ വിജയാശംസകളും നൽകുന്നു. ഞാൻ ആത്മാവിൽ ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്. അതിന്റെ ചില രോഗങ്ങൾ എനിക്കുമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യങ്ങളോ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റെഫർ ചെയ്യാം. ദില്ലിയിലെ കൊണാട്ട് പ്ലേസിലെ CP അറിയപ്പെടുന്ന മാധ്യമ മുറിയിലെ വിചാരണകൾക്ക് ഞാനും, അഥവാ വെങ്കടേഷ് രാമകൃഷ്ണ അടക്കം, SIR ഇല്യാസ് അടക്കം, SIR ഗിലാനി അടക്കമുള്ള പ്രമുഖരായ ആളുകളോട് ചേർന്ന് എന്താ മാധ്യമ പ്രവർത്തനം ഒരു ഒരു തൊഴിലായി സ്വീകരിച്ച ഒരാൾ കൂടിയായിരുന്നു. ഇതൊരു നെറ്റാണ്. ഇതൊരു നെറ്റ് പുഴമുകളിൽ ഘോഷിക്കുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തത് ഇതൊക്കെ തന്നെയാണ്. സോ അടക്കി പറയേണ്ടതല്ല, വെളിയിലെത്തേണ്ടതിന് വെളിയിലെത്തിക്കുന്നതിന് കൃപയാണ് കർത്താവ്. അതിനായി നിങ്ങളെ നിയോഗിച്ചതിനോർത്ത് നന്ദി പറയുന്നു. ഏവർക്കും ഭാവുകങ്ങൾ. ഒരു വാക്കിൽ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഈ വിലയേറിയ സമയത്തിൽ ഞാൻ വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ വീണ്ടെടുപ്പുകാരനായ സർവ്വത്തിലെ നാഥനായ യേശു കർത്താവിന് എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹം ഈ ലോകത്തെ സ്വന്തം പുത്രന്റെ ആരോഗ്യത്തെയും സന്തോഷത്തെയും അനുഗ്രഹത്തെയും എല്ലാ തരത്തിലുള്ള നന്മകളെയും പരിഗണിച്ച് ക്രൂരമായി ആക്രമിക്കാൻ വിട്ടുകൊടുത്തു സ്വന്തം പുത്രനെ തകർത്തിട്ട് എന്നെ സ്നേഹിച്ച ആ ഇഷ്ടത്തിൽ കർത്താവിന്റെ കൃപയാ ഞങ്ങളെ നിർത്തി നടത്തിയ അങ്ങയുടെ വലിയ കൃപയോർത്ത് നന്ദി പറയുന്നത്. തുടർന്നും ബലപ്പെടുത്തണം. ഞങ്ങൾക്കിത് സൗജന്യമെങ്കിലും എന്റെ കർത്താവ് ഇതിന് വില കൊടുത്തതാകയാൽ സ്തോത്രം. വീണ്ടെടുപ്പ് വില അങ്ങയുടെ രക്തമാകയാൽ സ്തോത്രം. ആ രക്തത്തിന്റെ അധികാരത്തിൽ, ആ രക്തത്തിന്റെ പൂർണ്ണതയിൽ അവിടെ ഞാൻ വിശ്വസിക്കുന്നു. കാൽവറിയിൽ പരിപൂർണമായി വിശ്വസിക്കുന്നു. ജാതികൾക്ക് വരേണ്ടതിന് വാഗ്ദത്ത വിഷയമാണ് പരിശുദ്ധാത്മാവിൽ പകർന്നിരിക്കുന്നു. അതേ പരിശുദ്ധാത്മാവിൽ നിന്ന് അബ്രഹാം പുറത്തു പോയാലും അകത്തു വന്നാലും അനുഗ്രഹിക്കപ്പെടും. യേസ്, അബ്രഹാം തൊടുന്നതൊക്കെ അനുഗ്രഹമായിരിക്കും. അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. ആകയാൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തന്റെ കുഞ്ഞുങ്ങളെല്ലാം ബ്ലസ്ഡ് ആവട്ടെ. വിശേഷം ഇതിന് പ്ലാറ്റ്ഫോം ഒരുക്കിയ അരോമ TV അതിന്റെ ഡയറക്ടർ സർവരെയും യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തന്റെ കുഞ്ഞുങ്ങളുടെ എല്ലാ പ്രയത്നവും അനുഗ്രഹിക്കപ്പെട്ടതാവട്ടെ. അധ്വാന ഫലം അവരനുഭവിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ വലിയ കവറിങ് അവരുടെ മേൽ പകർന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും രൂക്ഷമായ ഈ നിയമ രാഹിത്യ കാലഘട്ടത്തിലും എന്റെ കർത്താവിന്റെ കൂടെ ചേർന്ന് ദൈവിക നിയമത്തിൽ നിൽപ്പാൻ എന്റെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴി മാറിപ്പോവാതെ ഹമാർത്തിയവരാണ് ലൈൻ വേയിലൂടെ പോകും. ദൈവങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. വിടുതൽ തന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. വലിയവനായ കർത്താവ് നിങ്ങളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ സാൽസൺ ലൂക്കോസ്. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിത അനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനുള്ളതായ നന്ദി സ്നേഹത്തിരണത്തിൽ അറിയിക്കുന്നു. ഒരു കുടിയേറ്റക്കാരൻ്റെ കുടിയിറക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് അവിടെ ജീവിതം മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു വേദിയിൽ ഇരിക്കുവാൻ അവസരമുണ്ടാകുമായിരുന്നോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയായിരുന്നു. മദ്യപാനം, കഞ്ചാവ്, മറ്റ് പാർട്ടി പ്രവർത്തനം, ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷെങ്കിൽ ഇന്ന് ജയിലോ തടവറയോ അല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇന്ന് ഇങ്ങനെ ജീവനോടെ ഇരിക്കുമോ എന്ന് പോലും പറയുവാൻ പറ്റാത്ത നിലയിലുള്ള ഒരു ജീവിതം നയിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് കർത്താവിൻ്റെ ആ മഹാസ്നേഹത്താൽ അവിടുന്ന് കുടിയിറക്കി ഇന്ന് കർത്താവിന് വേണ്ടി വളരെ ഏറെ യാത്ര ചെയ്യുവാൻ, പ്രയോജനപ്പെടുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ, വേദികളിൽ നിന്ന് വേദികളിലേക്ക്, ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി ആ ദൗത്യയാത്ര പിന്നിടുവാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ സരസമായ ഭാഷയിൽ, വളരെ സഭ്യമായ ഭാഷയിൽ ജനഹൃദയങ്ങളെ ആകർഷിക്കത്തക്ക നിലയിലുള്ളതായ അനുഭവങ്ങളോടെ
പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും നല്ല അഭിഷേകത്തിൻ്റെ നിറവും തന്ന് കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, ഏറെ യാത്ര ചെയ്യുവാൻ പിന്നെയും കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലഭിച്ചതായ അവസരങ്ങൾ, ലഭിക്കുന്നതായ ഇടങ്ങൾ, അവസരങ്ങൾ കഴിവിൻ്റെ പരമാവധി കർത്താവിൻ്റെ ആ നല്ല ഭടനായി നല്ല പ്രകാശം പരത്തുവാൻ, കർത്താവിൻ്റെ ആ ദീപശിഖയെ ഉയർത്തിപ്പിടിക്കുവാൻ എല്ലായ്പ്പോഴും സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് ഒരു പ്രാവശ്യം കൂടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കാം. പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ആ പ്രാർത്ഥന സംബന്ധിപ്പാൻ താല്പര്യമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com